ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. വൈത്താരിയുടെ പുതിയ അധ്യായം. വളരെയധികം സങ്കടത്തോടു കൂടി, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സംതൃപ്തി എന്നോ സന്തോഷമെന്നോ വിശേഷിപ്പിക്കാം. മറ്റേതെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ അതൊക്കെ ആവാം. യാദൃച്ഛികം എന്നോണം ആണ് പല വീഡിയോകളും എനിക്ക് എടുക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ അസൗകര്യമാവാം, മറ്റു ചിലപ്പോൾ ഈ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ അസൗകര്യമാവാം, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന ചോദ്യകർത്താവിൻ്റെ അസൗകര്യം കൊണ്ടാവാം. മറ്റു പലതുകൊണ്ടും ഉദ്ദേശിക്കുന്ന സമയത്ത് പലപ്പോഴും സാധിക്കാറില്ല. പക്ഷെ അപൂർവമായി പലപ്പോഴും നമുക്ക് ഒരു അത്ഭുതമെന്നോണം അത് സംഭവിക്കാറുമുണ്ട്. കഥകളിയുടെ എല്ലാ ആഹാര്യങ്ങളെക്കുറിച്ചും ആധികാരികമായി അറിയാൻ സാധിക്കുക, അതിൻ്റെ കോപ്പുപണിയിൽ വിദഗ്ധനാവുക. കഥകളി പോലെ തന്നെ കൂടിയാട്ടം, ഓട്ടംതുള്ളൽ, ചാക്യാർ കൂത്ത് തുടങ്ങിയ വേഷങ്ങളുടെ ആഹാര്യത്തിൽ വിദഗ്ധനാവുകയും അതിൻ്റെ പരിഷ്കരണത്തിൽ വളരെ ഉചിതമായ രീതിയിൽ അത് ചെയ്യുകയും ചെയ്ത ചുട്ടി വിദഗ്ധനായിരുന്ന, ഈയിടെ അന്തരിച്ച കലാമണ്ഡലത്തിലെ മുൻ വകുപ്പധ്യക്ഷൻ കൂടിയായ കലാമണ്ഡലം രാമോഹനാശാൻ്റെ വർത്തമാനങ്ങളാണ് നമുക്കിവിടെ ഇനി കേൾക്കാൻ പോകുന്നത്. അത് കേൾക്കാൻ അല്ലെങ്കിൽ കേൾപ്പിക്കാൻ സാധിച്ചു അല്ലോ എന്ന സമാധാനം, സന്തോഷം എന്നൊക്കെ എനിക്കുണ്ട്. പക്ഷേ നല്ലൊരു കലാകാരൻ്റെ ഒരുപക്ഷെ അപ്രതീക്ഷിതമായ വിയോഗം, ഇന്ന് തീയതി 17/2/2026. ഇന്ന് രാവിലെ ചെറുതുരുത്തി കലാമണ്ഡലത്തിൻ്റെ പരിസരത്തുള്ള കഥകളി സ്കൂളിൽ വെച്ച് രാമോഹനാശാൻ്റെ അനുസ്മരണ ചടങ്ങുകൾ പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി അത് ഔപചാരികമായി തുടക്കം കുറിച്ചു. പല വിദഗ്ധരും അവിടെ സംസാരിക്കുകയും ചെയ്തു. രാമോഹനേട്ടനെക്കുറിച്ച് എത്രയധികം പറഞ്ഞാലും ഓരോരുത്തർക്കും മതിയാവുന്നില്ല. അത്രയധികം കഴിവുകളുള്ള, വ്യത്യസ്തമായ കഴിവുകളുള്ള ഒരു കലാകാരനായിരുന്നു രാമോഹനേട്ടൻ. കലാമണ്ഡലത്തിൽ എൻ്റെ പഠനകാലം മുതൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ, അത് കളരിയിൽ ആശാനായിട്ടും കോപ്പുപണിയിലായാലും അതിൻ്റെ നിഷ്കർഷയിലായാലും ധാരാളം അറിവുള്ളതാണ്. ഗോന്നൂരാശാൻ്റെ പാത പിൻപറ്റി കഥകളിക്കോപ്പിൻ്റെ ശാസ്ത്രീയമായ അളവുകൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുന്നതിൽ അദ്ദേഹം വളരെയധികം കഴിവുള്ള വ്യക്തിയായിരുന്നു. എങ്ങനെയും ഞാൻ അത് അദ്ദേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ ഈ സമയത്ത് രണ്ട് വികാരവും ഒരേപോലെ ഉണ്ട്. സന്തോഷവുമുണ്ട്, സമാധാനവുമുണ്ട്. ഇത് ചെയ്യാൻ സാധിച്ചുവല്ലോ എന്ന അല്ലെങ്കിൽ അത് ചെയ്യാൻ സാധിച്ചുവല്ലോ എന്ന സന്തോഷവും സമാധാനവും ഉണ്ട്. ഒപ്പം ഇങ്ങനെ ഒരു കലാകാരനെ അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടതിലുള്ള സങ്കടവും ഉണ്ട്. എങ്ങനെയും വളരെ ദൈർഘ്യമുള്ള
ഏകദേശം 2.5 മണിക്കൂറിലധികം നേരം അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇതൊരു 4 എപ്പിസോഡായിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. വളരെ ഭാവിയിലേക്ക് പോലും ഉപകരിക്കാത്ത വിധത്തിൽ, അല്ലെങ്കിൽ എല്ലാ വീഡിയോകളും അങ്ങനെ തന്നെയാണ്, എങ്ങനെയും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു തരത്തിലും കട്ട് ചെയ്യേണ്ടതായി വന്നിട്ടില്ല. ഈ 2.5 മണിക്കൂർ നേരത്തുള്ള വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 ഭാഗങ്ങളായി ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഈ രാമോഹനോട് സൗഹൃദവും സംശയങ്ങളും പലപ്പോഴായി തീർക്കുകയും സൗഹൃദമായി ഇടപഴകുകയും ചെയ്തിട്ടുള്ളത് കലാമണ്ഡലത്തിൽ അധ്യാപകനായ കലാമണ്ഡലം അരുൺ വാര്യരാണ്. PhD നേടുകയും നെറ്റ് നേടുകയും ചെയ്ത് കലാമണ്ഡലത്തിൽ ഇപ്പോൾ കഥകളി വേഷത്തിൻ്റെ അധ്യാപകനായ കലാമണ്ഡലം അരുൺ വാര്യരാണ് രാമോഹനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ കഥകളിയുടെ ആഹാരത്തെക്കുറിച്ച് താല്പര്യമുണ്ടാവുകയും അതിൻ്റെ നിറങ്ങളും വർണ്ണങ്ങളും വേഷങ്ങളുടെ സ്വഭാവവും ഒരു കഥാപാത്രത്തിൻ്റെ രൂപം ഏതു തരത്തിൽ വേണം എന്നുള്ളതിന് ചുട്ടി കലാകാരൻ അല്ലെങ്കിൽ ആഹാരം ചെയ്യുന്ന കലാകാരൻ എത്ര കണ്ട് താല്പര്യം കാണിക്കണോ അതിൻ്റെ നിഷ്കർഷ വേണം എന്നുള്ളത് രാമോഹനേട്ടൻ്റെ ഉത്തരത്തിലുണ്ട്. അങ്ങനെ ഉത്തരം പറയിപ്പിക്കാൻ അരുൺ വാര്യർ പരമാവധി ശ്രദ്ധ ചെലുത്തിയിട്ടുമുണ്ട്. എങ്ങനെയും ഈ വീഡിയോ ആസ്വാദകർക്ക് മുമ്പിൽ വളരെ വിനയത്തോടു കൂടി ഞാൻ സമർപ്പിക്കുന്നു. എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി കേൾക്കണം എന്നും അറിയിക്കുന്നു. നമസ്കാരം. ഇന്ന് കഥകളി ലോകത്ത് ആഹാരത്തെക്കുറിച്ച് ധാരാളം ചർച്ചകൾ ഒരു കാലത്ത് നടന്നിരുന്നതായിട്ടൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് മാറുന്ന ഒരു കാലഘട്ടത്തിൽ അത് വീണ്ടും ആവശ്യമാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇന്ന് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ ഇവിടെ പുറപ്പെട്ടത്. അതിന് ഇന്ന് ആഹാര്യത്തിൻ്റെ അല്ലെങ്കിൽ ചുട്ടിയുടെ ഒരു മുതിർന്ന കലാകാരൻ, അതിലുപരി കലാമണ്ഡലത്തിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു അധ്യാപകൻ ശ്രീ കലാമണ്ഡലം രാമമോഹനാശാനെയാണ് ഇന്ന് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ചുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു കാലഘട്ടം മുതൽ ഇന്ന് വരെ ഉള്ള കുറേ ഓർമ്മകളെ ആശാനിലൂടെ തന്നെ നമ്മളിലേക്ക് ഈ പുതുലോകത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് മനസ്സ് കാണിച്ച രാമമോഹനാശാനോട് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഒപ്പം ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് ആശാനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ആശാൻ. ആശാൻ, ഒരു ആദ്യത്തെ ഒരു ചോദ്യം എന്നുള്ള നിലയ്ക്ക് ഈ കഥകളിയുടെ അല്ലെങ്കിൽ കഥകളിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഏറ്റവും പെട്ടെന്ന് ആകർഷിക്കുക അതിൻ്റെ ആഹാര്യമാണ് ഒരു വ്യക്തിയെക്കുറിച്ച്. കാരണം വളരെ പരിമിതമായിട്ടുള്ള ഒരു നിറങ്ങളാണ് നമ്മൾക്ക് ഉള്ളതെങ്കിലും ആ ഒരു 4-5 നിറങ്ങളെ വെച്ചുകൊണ്ട് ഇത്ര വലിയൊരു സൃഷ്ടി ആണ് കേരളത്തിൻ്റെ ഒരു കഥകളി എന്ന് പറയുന്നത്. അതിലെ ഒരു സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് ഈ കഥകളിയുടെ ചുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആശാൻ ഈ മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിലേക്ക് ആശാൻ്റെ ശ്രദ്ധ തിരിയാനുണ്ടായ ഒരു സന്ദർഭം, അതിനെക്കുറിച്ചിട്ട് ആശാൻ ഒന്ന് പറയാൻ പറ്റും?
ഞാൻ ജനിച്ചതും വളർന്നതും വെള്ളിനേഴിയാണ്, ഒളപ്പമണ്ണമനയുടെ വളരെ സമീപത്ത്. അപ്പോൾ പിന്നെ കഥകളിയെ പറ്റി പിന്നെ അതായത് ഒരു 2-3 വയസ്സ് മുതൽക്ക് അമ്മയുടെ കൂടെ അവിടെ കഥകളി ഒളപ്പമണ്ണ അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പിറന്നാളുണ്ടെങ്കിലും താലിപ്പിലുണ്ടെങ്കിലും മിക്കതുമായിട്ടൊരു കഥകളി ഉണ്ടാവും. അതൊക്കെ വെളിച്ചകോളുള്ള കളി, ഇന്നത്തെ മാതിരിയുള്ള കളിയല്ല. അപ്പോൾ അവിടെ ചെന്നാൽ ഊണും അവിടെ കഴിക്കും, അവിടെ കളിയും കാണും, രാവിലെ പോരും. അങ്ങനെ അപ്പോൾ അമ്മയുടെ കൂടെയാണ് അന്ന് പോവുക. അപ്പോൾ അവിടെ കഥകളിക്കാരെ നേരിട്ടിരിക്കുക അന്നും പരിചയമില്ല. അപ്പോൾ കഥകളിയായിട്ട് ഒരു എന്താ പറയുക, ഒരു ആത്മബന്ധം കുട്ടിക്കാലം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നെ സ്കൂളിൽ അങ്ങനെ പഠിക്കും. അപ്പോൾ വെള്ളിനേഴി സ്കൂളിൽ കഥകളി വന്നു. അതായത് ഡിസ്ട്രിക്ട് ബോർഡുകളാണ് പണ്ട്, ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ല ഹൈസ്കൂളുകളല്ല ഒരു സ്കൂളും, വിദ്യാഭ്യാസം ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ കീഴിലാണ്. അന്ന് ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡൻ്റായിരുന്ന ഒരു PT ഭാസ്കര പണിക്കർ, അദ്ദേഹം വലിയ വിദ്യാഭ്യാസ വിചക്ഷണനും വലിയ അങ്ങനെ പല നിലയിലും പ്രധാനിയാണ്. അദ്ദേഹമാണ് അന്ന് ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡൻ്റായിരുന്നപ്പോൾ OMC ആയിട്ടുള്ള അടുപ്പവും, OMC പറഞ്ഞാൽ ഒളപ്പമണ്ണാമ്പൂരി. അപ്പോൾ ആ നിലയ്ക്ക് വെള്ളിനേഴി സ്കൂളിൽ അപ്പോൾ ആ ഡിസ്ട്രിക്ട് ബോർഡ് ഏതാണ്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുക എന്നുള്ള നിലവാരം എത്തിയിരുന്നു, ആ തീരുമാനങ്ങളൊക്കെ ആയി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ പോണേൻ്റെ മുമ്പേ ഇവിടെ കഥകളി തുടങ്ങി വെച്ച് പോയി അത് ഇവിടെ നശിക്കാതെ നിൽക്കും. അപ്പോൾ അദ്ദേഹം പോണേൻ്റെ മുമ്പേ വെള്ളിനേഴി സ്കൂളിൽ കഥകളി ആരംഭിച്ചു, കഥകളുടെ എല്ലാ വിഭാഗവും. അത് വേഷത്തിന് നാണുനായരാശാൻ, പാട്ടിന് പത്മനാഭൻ നായരാശാൻ്റെ അനിയൻ ഒരു ശിവരാമൻ നായരാശാൻ, അവരൊന്നും ഇല്ല പോട്ടോ. പിന്നെ ചെണ്ടയ്ക്ക് ഒരു ദാമോദരൻ നായർ വെള്ളിനേഴിനുള്ളത്, മദ്ദളത്തിന് വേറൊരു ദാമോദരൻ നായർ, അത് രാമകുട്ടിയാശാൻ്റെ അനിയൻ, ചുട്ടിക്ക് ബാലമേനോൻ, ബാലമേനോൻ, ചുണ്ടയിലെ ബാലമേനോൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. അത് അദ്ദേഹം അന്ന് സാമാന്യന എല്ലാ കളിക്കും അവിടെ അധികം ചുട്ടിക്കാരില്ലാത്തതുകൊണ്ട് അന്ന് ചുട്ടിക്കാർക്ക് നല്ല വലിയ തിരക്കില്ലാത്ത കാലമാണ്. അപ്പോൾ അവരെയാണ് നിശ്ചയിച്ചത്. അപ്പം പിന്നെ നെയ്ത്ത്, തുന്നൽ, ഇത് രണ്ടും അവിടെ ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ക്രാഫ്റ്റ് പീരീഡിലാണ് ഈ കഥകളിക്ക് കൊടുത്തത്. അതിൽ ഇഷ്ടമുള്ളവർക്ക് നെയ്ത്ത് വേണ്ടവർക്ക് നെയ്ത്ത് പഠിക്കാം, തുന്നൽ വേണ്ടവർക്ക് തുന്നൽ പഠിക്കാം, കഥകളിയിലത്തെ ഏതെങ്കിലും വേണ്ടവർക്ക് വെവ്വേറെ, എല്ലാം കൂടി പറ്റില്ല, ഏതെങ്കിലും ഒന്ന് പഠിക്കാം, അങ്ങനെ ഒരു സിസ്റ്റം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പേ തന്നെ നെയ്ത്തും തുന്നലും അവിടെ ഉണ്ടല്ലോ, കഥകളി വരുന്നതിന് മുമ്പേ ഉണ്ട്. അപ്പോൾ ഞാൻ തുന്നലിലായിരുന്നു, എനിക്കതാണ് അതിന് ഇഷ്ടം, തുന്നൽ. അന്ന് ആ മേലാറ്റൂരിലുള്ള ഒരു വാര്യർ മാഷായിരുന്നു ഇവിടെ തുന്നൽ മാഷ്. അപ്പോൾ കഥകളി അവിടെ നടക്കുന്നുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകാറില്ല. ഇത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ തുന്നൽ മാഷാണ് അവിടുന്ന് ട്രാൻസ്ഫറായി, പകരം ആൾ വന്നതുമില്ല. അപ്പോൾ അവർക്ക് മറ്റെന്തെങ്കിലും പഠിക്കണമെന്ന് ഹെഡ് മാഷ് പറഞ്ഞു. ആ പീരീഡിൽ അപ്പോൾ നെയ്ത്ത് മാഷ് പറഞ്ഞു, ഇവിടെ ഒരൊറ്റ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ അത്രയ്ക്കുള്ള തറിയുള്ളൂ, അതിനുള്ള ആളുകൾ പിടിപ്പതുണ്ട്, അപ്പോൾ പറ്റില്ല, നെയ്ത്തിൽ പറ്റില്ല, ഒന്നാ കഥകളിയിലത്തെ ഏതെങ്കിലും പഠിക്കാം. അപ്പോൾ പിന്നെ എനിക്ക് സ്വാഭാവികമായിട്ടും ഇഷ്ടം ചുട്ടിയോടാണ്. ഈ കഥകളിയിലത്തെ മറ്റുള്ളതൊക്കെ എനിക്ക് മനസ്സിലാവണതിലേറെ അന്നും ഇഷ്ടം. കാരണം ഞാൻ കളിയാണ് അണിയറയിൽ അധികമായി, അരങ്ങത്ത് കാണൽ കുറവാണ് ഇപ്പോഴും അതെ. അപ്പോൾ ആ ഇതിൽ ഞാൻ ചുട്ടി പഠിക്കാം തീർച്ചയായും. അപ്പോൾ തീർച്ചയായും അത് പക്ഷേ പരാജയപ്പെട്ടു. കാരണം 2-3 തവണ അരി അരയ്ക്കാൻ തരായി എന്നല്ലാതെ ഒരു കലത്തുമ്പിലാണ് ചുട്ടി പഠിക്കുക എന്നുള്ളതിന് കല അവിടെ വാങ്ങി വെച്ച് കാണാമെന്നല്ലാതെ എനിക്ക് തൊടാൻ തരായിട്ടില്ല. കാരണം ആ മാഷ് അങ്ങനെ ഒരു അദ്ദേഹം എന്തെങ്കിലും വായിക്കാണ്ടെങ്കിൽ വായിച്ചോളൂ, എനിക്ക് ഒത്തിരി വേറെ പണിയിട്ട് തൊട്ടാട് പോകും. ഞാനിത് വേറെ എന്തെങ്കിലും വായിച്ചിട്ട് അവിടെ ഇരിക്കും ഒറ്റയ്ക്കേ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ പെട്ടിക്കാരനായിട്ടൊരു ചന്ദ്രതരകൻ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഈ ചന്ദ്രതരകൻ എൻ്റെ ക്ലാസ്സിലാണ്, അയാളും കൂടി ചേർന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളായി, ഞങ്ങൾ രണ്ടാളും കൂടി നുണയും പറഞ്ഞിരിക്കും, മാഷമായിട്ട് പോവും. അങ്ങനെ അത് ചുരുക്കത്തിൽ പരാജയപ്പെട്ടു, നടക്കില്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും മാറാൻ നിർത്തിയില്ല. കാരണം നെയ്ത്തിന് അവിടേക്ക് ചെല്ലണ്ടെന്ന് മാഷ് പറഞ്ഞു, ആരും അവിടെ ഇപ്പം തന്നെ പിടിപ്പതുണ്ട്. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ കഥകളിയിലത്തെ എന്തെങ്കിലും ഒന്ന് പഠിക്കണം വെച്ചാൽ എനിക്ക് ഇതേ പറ്റും. ഹെഡ് മാഷൊക്കെ എഴുതി കൊടുത്തിട്ട് ചുട്ടി മാറ്റിയിട്ട് തുന്നലിലേക്ക് തന്നെ പോയി. അപ്പോൾ എനിക്ക് സമാധാനമായി. കാരണം മെഷീനും ഒക്കെ 5-6 മെഷീനുണ്ട്, ഇഷ്ടംപോലെ തുന്നാനും ഒക്കെ സൗകര്യമുണ്ട്. പിന്നെ ഞാൻ നന്നായിട്ട് അന്ന് തന്നെ തുന്നും മെഷീനിൽ. അപ്പോൾ അതൊക്കെ എനിക്ക് അവിടെ ഒരു മുൻഗണനയുണ്ട്. ഇവിടെയാണെങ്കിൽ ഈ അരി അരച്ച് കൊണ്ടുവരും പറഞ്ഞിട്ട് അരി അരിക്കാനുള്ളതൊക്കെ പറഞ്ഞു തരും. ഞാൻ കൊണ്ടുപോയി അവിടെ വയ്ക്കും, അത് പൂത്ത അങ്ങോട്ട് പോവുക എന്നല്ലാതെ അത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല.
അങ്ങനെ തരാവാതെയാണ് അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ വിട്ടു. പിന്നെ കഥകളി ആയിട്ട് ഒരു ബന്ധമില്ല സ്കൂളിലെ. അതിൻ്റെ ഇടയ്ക്ക് SSLC 1964 മാർച്ചിലാണ് എൻ്റെ SSLC കഴിഞ്ഞത്. പക്ഷെ അപ്പോൾ ഒരു ചോദ്യം, ഇപ്പം ഇതൊക്കെ നടന്ന ഒരു വർഷം ഉണ്ടല്ലോ, അതെന്നെ ആശാൻ ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഈ ഒരു അതായത് 50-ന് ശേഷം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം കൃത്യം ഓർമ്മയില്ല. ഞാൻ 5ാം ക്ലാസ്സിലെ സ്കൂളിൽ ചേർന്നിട്ടുള്ളൂ. ശരി. അതുവരെ വീട്ടിൽ ഒരു മാഷ്, ഒരു റിട്ടയേർഡ് മാഷ്, വെള്ളിനഴി സ്കൂളിൽ നിന്ന് തന്നെ റിട്ടയർ ചെയ്തിട്ടുള്ള എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മാഷ് വീട്ടിൽ വന്ന് പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ 5ാം ക്ലാസ്സിൽ ആയപ്പോൾ 5ാം ക്ലാസ് കൂടി മാഷ് പഠിപ്പിച്ചു. എന്നിട്ട് സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കാൻ നോക്കുമ്പോൾ 6-ൽ ചേർക്കാൻ പറ്റില്ല പറഞ്ഞു. എന്നിട്ട് 5-ൽ ചേർത്തു. ആ കൊല്ലം 6-ലേക്ക് ആയപ്പോഴേക്കാണ് വെള്ളിനഴി ഹൈസ്കൂൾ വന്നത്. ആ ഹൈസ്കൂൾ വന്നതിൻ്റെ ശേഷമുള്ള ചരിത്രമാണത്. അപ്പോൾ ഏതാണ്ട് 50-കൾ, 55, 56 അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. അതാണ് കാലഘട്ടം. ഇതിൻ്റെ ശേഷം ഈ തുന്നലിനെ വീണ്ടും ചേർന്നു. 1964 മാർച്ചിൽ SSLC പാസ്സായി. പിന്നെ സാധാരണ അന്ന് ഈ വലിയ മാർക്കൊന്നും ഇല്ലാണ്ട് SSLC പാസ്സാവുന്നവർക്ക് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കലാണ് പിന്നെ അന്നത്തെ ഒരിത്. ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിക്കുക, എന്നിട്ട് ബോംബെയിലേക്കോ ഒറ്റ പോയി വല്ല ക്ലാർക്കായിട്ടോ അല്ലെങ്കിൽ ടൈപ്പിസ്റ്റായിട്ടോ എന്തെങ്കിലും ജോലി കിട്ടും. അങ്ങനെയൊക്കെ അത്രയൊക്കെ ഉള്ളൂ. എല്ലാ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. അങ്ങനെ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ തുടങ്ങി. അതിൻ്റെ മുമ്പേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അച്ഛനെ തൊട്ടൊരമ്പലത്തിൽ ശാന്തിയിട്ട്. അപ്പോൾ അത് മാങ്ങോട്ടുകാവിൻ്റെ ഏതാണ്ട് അടുത്താണ്, പിഷാരിക്കൽ പറഞ്ഞിട്ട് അവിടെ ഒരു അമ്പലമുണ്ട്. അവിടെയാണ് അച്ഛന് ശാന്തി. അപ്പോൾ അവിടെ അഷ്ടമിരോഹിണിക്ക് അവിടെ ദുർഗയും കൃഷ്ണനും 2 പ്രതിഷ്ഠയാണ്. അപ്പോൾ ഈ കൃഷ്ണൻ്റെ അമ്പലത്തിൽ അഷ്ടമിരോഹിണിക്ക് ഗംഭീരമായിട്ട് നിറമാല, അത് അച്ഛനായിട്ട് തുടങ്ങി വെച്ചതാണ്. അതിൻ്റെ ചിലവ് അച്ഛൻ്റെ വകയാണ്. അങ്ങനെയൊക്കെ തുടങ്ങിയത്. അന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ ശമ്പളം തന്നെ ഇല്ലാണ്ടായപ്പോൾ അതൊക്കെ മാറി. ഏതായാലും അപ്പോൾ അന്ന് അച്ഛൻ രാവിലെ പൂജ കഴിഞ്ഞ് വന്ന് ഇവിടെ വന്നിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ അപ്പോൾ പോവും അഷ്ടമിരോഹിണി. ചന്ദനം ചാർത്തണം, അതുപോലെ നിറമാലയ്ക്ക് വേണ്ട ബാക്കി ഏർപ്പാടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ഒപ്പം പോവും. വല്ല ചന്ദനം അരച്ചു കൊടുക്കാനോ എന്തെങ്കിലുമൊക്കെ കുറേ ഉപകാരമാവും എന്ന് വെച്ചിട്ട് ഞാനും പോവും. രാത്രി വരാൻ 12:30 1 മണിയാവും. അപ്പോൾ അച്ഛൻ ഒറ്റയ്ക്ക് പോരും വേണ്ട, ഞാനും ഉണ്ടാവും. അങ്ങനെ പോയിട്ട് അപ്പോൾ അച്ഛൻ നന്നായിട്ട് ചന്ദനം ചാർത്തും. അത് പ്രസിദ്ധമാണ് അച്ഛൻ്റെ ചന്ദനം ചാർത്തൽ. അപ്പോൾ ആ ചന്ദനം ചാർത്തുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും കുറേശ്ശെ ചാർത്തി തുടങ്ങി. വല്ല പിറന്നാളിന് ചന്ദനം ചാർത്താൻ ഏൽപ്പിച്ചാലോ അങ്ങനെ ഉള്ളതിനൊക്കെ ഞാൻ ചാർത്തും. അങ്ങനെ അപ്പോൾ നോക്കുമ്പോൾ എൻ്റെയും വലിയ കുഴപ്പമില്ല എന്ന് ഒരു പൊതുജന സമ്മതി ഒക്കെ ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാന്തള്ളൂർ അമ്പലത്തിലെ ഏകാദശി വിളക്ക്. അപ്പോൾ എൻ്റെ അമ്മാവനാണ് അവിടെ ശാന്തി. എൻ്റെ അമ്മാവൻ അച്ചുണ്ണിയാശാൻ്റെ അടുത്ത് തായമ്പക പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാന്തള്ളൂർ അമ്പലത്തിൻ്റെ അടുത്താണ് അച്ചുണ്ണിയാശാൻ. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ എന്നെ അച്ചുണ്ണിയാശാനെ അറിയും, അമ്മാവൻ്റെ ആശാൻ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അവിടെ പോയിട്ട് അപ്പോൾ അമ്മാവൻ എന്ത് പറഞ്ഞു, ഏകാദശി വിളക്കിന് നാളെ ഏകാദശി വിളക്കാണ്, നാളെ നീ ചന്ദനം ചാർത്തണം. അപ്പോൾ എൻ്റെ ചന്ദനം ചാർത്തൽ കേമാന്ന് അപ്പോഴേക്ക് ഇങ്ങനെ ആളിലൊക്കെ ഒരു ബോധ്യം വന്നു. അപ്പോൾ അമ്മാവൻ അവിടെ വന്ന് ചന്ദനം ചാർത്തണം. അതിൻ്റെ തലേ ദിവസം അമ്മാവൻ അടുത്തന്നെ താമസം അമ്പലത്തിൻ്റെ. തലേ ദിവസം അങ്ങോട്ട് വന്നോ, എന്നിട്ട് രാവിലെ നേരത്തെ 4 മണിക്ക് എൻ്റെ കൂടെ കുളിച്ചിട്ട് അമ്പലത്തിൽ വന്ന് മലരേദ്യം കഴിഞ്ഞാൽ ചന്ദനം ചാർത്തണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്നും പറഞ്ഞു. ഞാനതുപോലെയൊക്കെ ചെയ്തു, ചന്ദനം ചാർത്തി. അതിപ്പോൾ സാധാരണ നിലയ്ക്ക് ഞാൻ ചന്ദനം ചാർത്തി. അത് കഴിഞ്ഞ് അപ്പോൾ പിന്നെ അവിടെ കുറച്ച് പട്ടിരി മഠങ്ങളൊക്കെ ഉണ്ട്, അയ്യർമാർ കുറേ ഉണ്ട്. അവരൊക്കെ എൻ്റെ ഒപ്പം സ്കൂളിൽ പഠിച്ചവരൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ അമ്പലമുറ്റത്ത് ഇവരുടെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അച്ചുണ്ണിയാശാനും അവിടെ ഒളപ്പമണ്ണ കാര്യസ്ഥനായിട്ടുള്ള ഒരു അച്ചുവപ്പുതകളുണ്ട്. ഈ അച്ചുവപ്പുതകൾ തന്നെയാണ് ഈ കാന്തള്ളൂർ അമ്പലത്തിൻ്റെയും. കാരണം ഒളപ്പമണ്ണ മനയ്ക്ക് ആ അമ്പലം ഏറ്റെടുത്തു ദേവസ്വം ബോർഡിൽ നിന്ന്, കേസ് കൊടുത്ത് മേടിക്കുക ഉണ്ടായത്. അപ്പോൾ ഈ അച്ചുവപ്പുതകൾ തന്നെ അവിടെയും. ഇവർ 2 ആളും കൂടി തൊഴാൻ വന്നു. അച്ചുണ്ണിയാശാനും അച്ചുവപ്പുതകളും കൂടി തൊഴാൻ വന്നു. വന്നപ്പോൾ ഈ അച്ചുവപ്പുതകൾ ചോദിച്ചു അമ്മാവനോട്, ആരാന്ന് ചന്ദനം ചാർത്തിയത് ചോദിച്ചു. അപ്പോൾ അമ്മാവൻ പറഞ്ഞു, ഇയാളാണ് മോഹനാണ്. അപ്പോൾ എന്നെ അറിയും, ഇവരൊക്കെ അറിയും. അച്ചുണ്ണിയാശാനൊക്കെ വളരെ കുട്ടിയാകുമ്പോൾ തന്നെ എന്നെ അറിയും. ഞാൻ അമ്മാവൻ്റെ കൂടെ അമ്പലത്തിൽ പോയിട്ടും. അപ്പോൾ എനിക്ക് കലാമണ്ഡലത്തിൽ അറിയണത് അച്ചുണ്ണി പളേശാനെ മാത്രമേ ഉള്ളൂ അന്നേ. അപ്പോൾ ചന്ദനം ചാർത്തി. അപ്പോൾ ഒന്ന് വരാൻ പറയൂ പറഞ്ഞു. അപ്പോഴേക്ക് കുട്ടികളാരോ വന്ന് പറഞ്ഞു അവിടേക്ക് അമ്മാവൻ വിളിക്കുന്നുണ്ട് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്നു. അമ്മാവൻ അമ്പലത്തിൻ്റെ പുറത്തേക്ക് കിടക്കില്ല ഇത് കഴിയാതെ. അപ്പോൾ ആരെയോ പറഞ്ഞയച്ചു. ഞാനകത്തേക്ക് ചെന്നപ്പോൾ അച്ചുവപ്പുതകൾ മോഹന അസലായിട്ടുണ്ട് ചന്ദനം ചാർത്തിയത്. എന്നിട്ട്
ചുട്ടി പഠിക്കാൻ മോഹമുണ്ടോ എന്നിട്ട് മോഹിച്ചിട്ട് വേണ്ടാച്ചതാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ വാഴയങ്കടയ്ക്ക് പോകുന്നുണ്ട് നാളെ. കോട്ടയ്ക്കിൽ ഒരു ഒഴിവുണ്ട്, ഒരു വിദ്യാർത്ഥി എടുക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്ത ഇതിന് ഒഴിവ് കാണുമ്പോഴേ ഇവിടെ വിദ്യാർത്ഥി എടുക്കൂ. ഇയാളുടെ പഠിപ്പ് കഴിയുമ്പോഴേക്ക് അവിടെ പോസ്റ്റ് ഉണ്ടാവണം, ആ പാകത്തിനൊക്കെ എടുക്കുക. അപ്പോൾ നാരായണൻ നായരാണ് അവിടെ എന്താ മേക്കര നാരായണൻ നായരാണ് അവിടെ അധ്യാപകൻ. അതൊന്നും എനിക്കറിയില്ല. ഞാൻ കോട്ടയ്ക്കിൽ എന്ന് കേട്ടിട്ടുണ്ട്, ചൊട്ടിന്ന് കേട്ടിട്ടുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അവിടെ പോയി അപ്പോൾ അവിടെ ഞാൻ രാമവാരോട് അന്വേഷിക്കാൻ പറയാമെന്ന്. രാമവാരുടെ പിറ്റേ ദിവസം കോട്ടയ്ക്കിലേക്ക് പോകുന്നുണ്ട്. അവിടെ കോപ്പ് വീടിൻ്റെയൊക്കെ ചുമതലയുള്ള ആളാണ്. പക്ഷേ കൂലിക്കേ പോവുള്ളൂ, അല്ലാണ്ട് സ്ഥിരം നിൽക്കില്ല, അങ്ങനെ ഗുണമുണ്ട്. അപ്പോൾ ഈ അവിടേക്ക് പോകുമ്പോൾ അന്വേഷിക്കാം എന്ന് പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ അവിടെ അപ്പോഴേക്ക് ബാലൻ, അതായത് നാരായണൻ നായരുടെ അനിയൻ്റെ മകൻ ബാലൻ അവിടെ വിദ്യാർത്ഥിയായിട്ട് ചേർന്ന് കഴിഞ്ഞു. പിന്നെ യാതൊരു രക്ഷയില്ല, തരായില്ല. അങ്ങനെ ഖേദിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞാൻ വെള്ളിനഴി അങ്ങോട്ട് പീടികയിലേക്ക് പോവുക. അപ്പോൾ അവിടുന്ന് ആ പീടികയുടെ ഇടയിലാണ് അച്ചുവപ്പുകളുടെ വീട്. പൊതുവാൾ ഇങ്ങോട്ട് വരുന്നു വൈകുന്നേരം അമ്പലത്തിലേക്ക് കുളിച്ച് തൊഴാൻ വേണ്ടി വരും. വൈകുന്നേരം ഇവിടെയാണ് കുളി അമ്പലക്കുളത്തിൽ. അപ്പോൾ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കുറച്ച് പരിഭവം പറഞ്ഞു അച്ചുവപ്പുകളോട്. ഞാനത് മോഹിച്ചു. എന്നിട്ട് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കലും കൂടി ഇപ്പോൾ ഈ ജൂണിൽ ചേരാൻ തരാമെന്ന് ഞാനത് നിർത്തി. ഇപ്പോൾ എന്തേണ്ടായി വെച്ചാൽ അതും ഉണ്ടായില്ല ഇതും ഉണ്ടായില്ല എന്നൊരു പരിഭവം പറഞ്ഞു. അപ്പോൾ ആ മോഹനതിന് ഞാൻ ഒരു കാര്യം, ഒരു 4 ദിവസത്തിനുള്ളിൽ ഞാൻ വിവരം തരാം. അച്ചുണ്ണി വരും ഇന്ന് വെള്ളിയാഴ്ച, അല്ലെങ്കിൽ കൃഷ്ണകുട്ടിയും വരും. അപ്പോൾ കൃഷ്ണകുട്ടി പിള്ളേശനും അവിടെ ചെങ്ങനിക്കോട്ടുകലിക്ക് അവിടെ ആ വീട്, അവിടേക്ക് വരാറുണ്ട്. അത് ഞാൻ രണ്ടാളോട് ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ കലാമണ്ഡലത്തിൽ, ഒരു 4 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ വിവരം തരാമെന്ന് പറഞ്ഞു. എനിക്ക് എന്തോ ആയിക്കോട്ടെ, ഞാൻ പോന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല, കാരണം മറ്റേ പോലെ ആവുള്ളൂ എന്നാ വിചാരേ. ഇവിടെ വന്നു. അപ്പോൾ അച്ചുണ്ണിയാശാനോട് പറഞ്ഞു. അപ്പോൾ അച്ചുണ്ണിയാശാൻ കലാമണ്ഡലത്തിൽ ആശാനറിയാം അവിടെ പഠിക്കാൻ കുട്ടികളില്ല കൊല്ലം. അപ്പോൾ പക്ഷേ സുബ്രഹ്മണ്യർ വലിയ കർക്കശക്കാരനാണ്. ജൂണിൽ തന്നെ ചേരണം, അല്ലെങ്കിൽ വേണ്ട അഡ്മിഷൻ ഇല്ല. അങ്ങനെ അപ്പോൾ ഗോവിന്ദനാരാശാനോട് പറഞ്ഞപ്പോൾ ഗോവിന്ദനാരാശാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല സ്വാമി സമ്മതിക്കുന്നു. ഈ സുബ്രഹ്മണ്യർ സെക്രട്ടറി സമ്മതിക്കും തോന്നുന്നില്ല. അപ്പോൾ ജൂണിൽ ചേരേണ്ടതാണ്. അപ്പോൾ അപ്പോഴേക്ക് ജൂലൈ ഏതാണ്ടായിണ്ണേ. അപ്പോൾ ഇനി സമ്മതിക്കും തോന്നുന്നില്ല. ഏതായാലും ചോദിച്ചു നോക്കുക എന്ന് പറഞ്ഞു. അവിടുന്ന് അച്ചുണ്ണിയാശാനും ഈ ഗോവിന്ദനാരാശാനും ചോദിച്ചു. പറ്റില്ല പറഞ്ഞു. സ്വാമിക്ക് പിന്നെ യാതൊരു മടിയില്ല. അതൊക്കെ ജൂണിലെ പറഞ്ഞാൽ ജൂണിൽ, അതിൻ്റെ അപ്പുറം പിന്നെ ഇല്ല. ശരി, അവരോട് പോരും ചെയ്തു. പിന്നെ അപ്പോൾ എന്താ ചെയ്യണത്? ഇയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൃഷ്ണകുട്ടി പിള്ളേശാനെയും കൂടി സസ്പെൻഡ് ചെയ്തിട്ടുള്ള മഹാവീരനാണ് അതവിടെ ഇരിക്കുന്നത്. പിന്നെ അപ്പോൾ ഒന്നും പറയാനില്ലല്ലോ. ഇങ്ങോട്ട് പോന്നു. അപ്പോഴാണ് അത് അച്ചുണ്ണി പിള്ളേശാനോട് അച്ചുണ്ണി പിള്ളേശാൻ പൊതുവാളോട് പറഞ്ഞു. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പിന്നെ പിറ്റേ ദിവസം അതിൻ്റെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണും. ഞാൻ എൻ്റെ വൈകുന്നേരം പീടികയിലേക്ക് പോക്കും, ഇദ്ദേഹത്തിൻ്റെ കുളിക്കാൻ അപ്പോൾ ഒരു ലിഷ്യൊക്കെ ഒപ്പാവും. അപ്പോൾ ഇതുപോലെ പിറ്റേ ദിവസം ഞാൻ കുറച്ച് ഈ അച്ചുവപ്പുകളെ കാണണം എന്ന് വെച്ചിട്ടും കൂടിയാണ് ഞാൻ പോണത് ഈ പീടികയിലേക്ക്. കുറച്ച് അതുകൊണ്ട് അപ്പോൾ കണ്ടു. അപ്പോൾ മോഹൻ അങ്ങനെയൊക്കെയാണ് അവിടെ. ഇപ്പോൾ ജൂണിൽ എത്ര പറ്റുള്ളൂ. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യൂ, മോഹനൻ സെക്രട്ടറിക്ക് നേരിട്ടൊരു എഴുത്താണ്ട് അയക്കൂ. എന്തൊക്കെ എഴുതണ്ട. അപ്പം എഴുതാനൊക്കെ എനിക്കറിയാം. അത് അച്ചുവപ്പുകൾക്ക് അറിയാം, ഞാൻ നല്ല മര്യാദയ്ക്ക് എഴുതുന്നത്. അപ്പോൾ ഒരു എഴുത്താണ്ട് അയക്കൂ പറഞ്ഞു. ഞാനങ്ങനെ പിറ്റേ ദിവസം തന്നെ ഒരു എഴുത്ത് സുബ്രഹ്മണ്യർക്ക് കലാമണ്ഡലം സെക്രട്ടറി എന്നുള്ള എനിക്ക് ഔദ്യോഗികമായിട്ട് ഞാനിങ്ങനെ ചുട്ടി പഠിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ്. പക്ഷേ അവിടുത്തെ നിയമപ്രകാരം ജൂണിൽ അതെനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഈ നാട്ടുമ്പുറത്തായതുകൊണ്ട് ഇത് പത്രമോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നും കാണുമില്ല. ഇനിയിപ്പോൾ അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ പലതുമായിട്ട് അത് തരാനില്ല. സൗകര്യപ്പെടുകയാണെങ്കിൽ എനിക്ക് ഈ കൊല്ലം തന്നെ ഒരു അവസരം തന്നാൽ തിരക്കിടില്ല എന്ന് പറഞ്ഞു. ഈ കത്ത് കിട്ടിയപ്പോൾ സ്വാമിക്ക് ഒരു സംശയം. എന്താ വെച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് എഴുതണമെങ്കിൽ. അപ്പോൾ ആശാനെ വിളിച്ചു. അപ്പോൾ ഗോവിന്ദനായർ ആ ഇന്നാൾ പറഞ്ഞ ആ കുട്ടി ഒരു കത്തയച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ നമുക്കത് ഇയാളെ ഇൻ്റർവ്യൂ ചെയ്യാനൊന്നും ഇനിയിപ്പോൾ ഒക്കെപ്പാട് കഴിയില്ല. അപ്പോൾ എന്താ ചെയ്യുക? ആട്ടെ അച്ചുണ്ണി ഉണ്ട് ഇവിടെ, അച്ചുണ്ണിയോട് ചോദിച്ചു നോക്കുക പറഞ്ഞു ആശാൻ. അപ്പോൾ അച്ചുണ്ണി പിള്ളേശനെ വിളിച്ചു, ചോദിച്ചു. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ അയാൾ തന്നെ അവിടെ ചില സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ കൊണ്ടുവരാം അങ്ങോട്ട്. എന്നാൽ പിന്നെ അയാൾ ഇങ്ങോട്ട് ഇൻ്റർവ്യൂവിന് വരുമെന്നും വേണ്ട. അപ്പോൾ ഞാൻ ഈ അമ്പലത്തിൽ തിരുവാഭരണങ്ങളൊന്നുമില്ല.
അപ്പോൾ കിരീടമൊക്കെ ഞാൻ ഈ പേപ്പറിൽ മോൾഡ് ചെയ്തിട്ട് മണ്ണുകൊണ്ട് ആദ്യം നിലത്തുണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ പേപ്പർ ഒട്ടിച്ച് മോൾഡ് ചെയ്ത് അതിനെ ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെയുള്ള കിരീടമൊക്കെ. അപ്പോൾ അതൊക്കെ കേമായിരുന്നാണ്. പിന്നെ ഒരു ആന ഇത്ര ഉയരമുള്ളത് മണ്ണുകൊണ്ട്, അതിന് നെറ്റിപ്പട്ടം, കൊട, കോലം, ഈ ജാതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ കയറി വരണോടത്ത് ഉമ്മർത്ത് കാണാറുണ്ട്. അപ്പോൾ അച്ചുണ്ണിയാശാൻ പലപ്പോഴും വരുമ്പോൾ അത് കാണാറുമുണ്ട്. പക്ഷെ അതിനെ കൊണ്ടുപോയില്ലോ, ഈ 2-3 അടി ഉയരുള്ള മണ്ണോണ്ടുള്ള ആന ഇങ്ങനെ. അപ്പോൾ ആശാൻ പറഞ്ഞു അവിടെ ഒരു ദിവസം വൈകുന്നേരം അവിടെ വന്നു, എന്നിട്ട് താൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ചിലതൊക്കെ എടുത്ത് തരൂ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കിരീടങ്ങളൊക്കെ ആശാന് കാണും. അപ്പോൾ ആശാൻ തന്നെ അപ്പോഴാണ് കാണുന്നത്. എന്നിട്ട് ഈ ആനയുടെ അഴിക്കാന്നുള്ളതൊക്കെ അവിടെ അഴിച്ചിട്ട് അതും തരൂ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ അഴിച്ചു കൊടുത്തു. ഇതൊക്കെ പാടെ ഒരു സഞ്ചിയിലിട്ട് ഒരു ഇത് ആശാണ്ട് പോന്നു. അത് ഇവിടെ കൊടുന്ന് ഗോവിന്ദരാശാനെ കാണിച്ചു. ആശാൻ അത് സെക്രട്ടറിയോട് പറഞ്ഞു, വളരെ ഇതായിട്ടുണ്ട്, എടുക്കുകയാണ് വേണ്ടത്. എന്നാൽ ശരി. അപ്പം തന്നെ ആഫീസിൽ നിന്ന് ആരാ എഴുതിയ വെച്ചാൽ ആഫീസിൽ നിന്നുള്ള കത്താണ്. ആഗസ്റ്റ് 2-ാം തീയതി രാവിലെ 10 മണിക്ക് അച്ഛന് വരുമാനമില്ല എന്നുള്ള ഇൻകം സർട്ടിഫിക്കറ്റ്, പിന്നെ ജാമ്യം നിൽക്കാൻ ഒരാൾ വേണം, ആ ആൾക്ക് അതിനുള്ള സ്വത്ത് ഉണ്ടെന്നുള്ള ഒരു സോൾവൻസി സർട്ടിഫിക്കറ്റ്, പിന്നെ കലാമണ്ഡലം ഡോക്ടർ KPM മേനോനാണ് ഇവിടെ ഷൊർണൂർ, അന്നൊരു KPM മേനോൻ ഉണ്ടായിരുന്നു. ആ ഡോക്ടറുടെ ആ മറ്റേ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഈ 3 കടലാസും കൊണ്ട് കലാമണ്ഡലത്തിൽ ചേരാൻ സൗകര്യത്തോട് ബാക്കി താമസിക്കാനുള്ള സൗകര്യത്തോട് കൂടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അഡ്മിഷൻ ഉറപ്പായില്ലേ. ഏതായാലും ഞാൻ വന്നു. ഇവിടെ വന്നപ്പോൾ അങ്ങനെ സൂപ്രണ്ടിനെ ആദ്യം കണ്ട. ഞാൻ അതാ സെക്രട്ടറി എന്നാണ് ഞാൻ വിചാരിച്ചത് കണ്ടപ്പോളേ. അപ്പോൾ സൂപ്രണ്ട് ആണ്. അപ്പോൾ സൂപ്രണ്ട് ആ ഹാളിൽ ഇരുന്നോളാൻ പറഞ്ഞു. അവിടെ ഇരുന്നു. പിന്നെ പുഷ്കരൻ വന്നു. അപ്പോൾ പുഷ്കരാന്ന് വിളിച്ചു. അപ്പോൾ പുഷ്കരൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ആഫീസിലും നാളെ എഴുതുന്നത് തന്നെയാണല്ലോ, എന്തോ ആവട്ടെ. എന്നിട്ട് പുഷ്കരനോട് ബോണ്ട് എഴുതാൻ പറഞ്ഞു. ചുരുക്കത്തിൽ അത് എഴുതി കഴിഞ്ഞില്ല ഉച്ചയാകുമ്പോഴേക്ക്. അപ്പോൾ ഉച്ചയാകുമ്പോൾ ഭക്ഷണം അവിടെ കിട്ടണമെന്ന് വെച്ചാൽ ഇത് ചേർന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ പുറത്ത് പോയി കൊണ്ടു. അച്ചുണ്ണിയാശാൻ അവിടെ ഒരു തട്ടിയുള്ള ഒരാൾ, ഒരു കട്ടബൊമ്മൻ എന്നാണ് ഞങ്ങൾ പറയുക, അയാളുള്ളൊരു ഹോട്ടലുണ്ട്. അവിടെ അച്ചുണ്ണിയാശാന് ഭക്ഷണം. അച്ചുണ്ണിയാശാൻ താമസിക്കുന്നതിൻ്റെ തൊട്ട് തന്നെ 2 പോർഷനാണ് ഒരു വീട്. അതിലാണ് പത്മനാശാൻ ഒന്നിൽ അച്ചുണ്ണിയാശാൻ ഒറ്റയ്ക്കും പത്മനാശാൻ കുടുംബത്തോട് കൂടിയിട്ടും അങ്ങനെയാണ് താമസം. അവിടുന്ന് അങ്ങനെ അച്ചുണ്ണിയാശാൻ്റെ കൂടെ പോയി ഹോട്ടലിൽ നിന്ന് ഊണ് കഴിച്ച് ഞങ്ങൾ അച്ഛനും ഉണ്ട് അമ്മാവനും ഉണ്ട്, ജാമ്യം നിൽക്കാൻ അമ്മാവനും ഉണ്ട്, ഞാനും ഉണ്ട്. അച്ചുണ്ണിയാശാൻ്റെ അടുത്ത് ഇവിടുന്ന് ഉച്ചരിഞ്ഞ് ചെന്നപ്പോഴേക്ക് 2 മണിയായപ്പോഴേക്കും ഒക്കെ ശരിയായി ചേർന്നു. അങ്ങനെ ഗോവിന്ദരാശാനെ അവിടുന്ന് ചെന്നപ്പോൾ തന്നെ കണ്ടിരുന്നു. അവിടെ ചെന്ന് ആ ക്ലാസ്സിൽ അപ്പോൾ നാളെ ആവാം, നാളെ തുടങ്ങാം എന്ന് പറഞ്ഞു ആശാൻ. അച്ഛനും അമ്മാവനും ഇങ്ങോട്ട് തിരിച്ചു പോരും ചെയ്തു. അങ്ങനെയാണ് ഈ കലാമണ്ഡലത്തിൽ ചേർന്നത്. പക്ഷേ അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ഒന്ന്, ഇപ്പോൾ പൊതുവെ ഈ കഥകളി പഠിക്കാനൊക്കെ വരുമ്പോൾ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് വലിയൊരു സമ്മതം അക്കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പലതൊന്നും വായിച്ചിട്ടൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം അമ്മാവൻ ഇത് പിന്നെ ഞങ്ങൾ ഈ വെള്ളിനഴിക്കാർക്ക് ഈ കഥകളി എന്ന് പറഞ്ഞാൽ എന്താ ആവശ്യമില്ലാത്തൊരു ഹര അന്ന്. അപ്പോൾ അതൊരു കൊള്ളരുതാത്തതാണെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ അച്ഛന് പിന്നെ ഒന്നേ ഉള്ളൂ, എന്തായാലും വേണ്ടില്ല. അച്ഛനെ കഴിയുന്നത്ര ഒഴിവാക്കണം. അച്ഛനെ അവിടേക്ക് പോകാനും വയ്യ, ഇതിനും വയ്യ, ബാക്കിയൊക്കെ എന്തായാലും ആവാം. പിന്നെ അമ്മാവൻ്റെ ശ്രമവും ധാരാളം ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിനൊരു എതിർപ്പൊന്നും എവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ആശാൻ കലാമണ്ഡലത്തിൽ ചേർന്നു. ആ ഒരു സമയത്ത് അതിൻ്റെ ഒരു പഠന രീതികൾ എങ്ങനെയൊക്കെയായിരുന്നു? അത് ഏതാണ്ട് ഇപ്പോഴുള്ളത് തന്നെയാണ്. അതായത് 4 മണിക്ക് സാധകം. പക്ഷേ അത് ചുട്ടിക്കാർക്ക് അതില്ല, സാധക ക്ലാസ് ഇല്ല, രാത്രി ക്ലാസ്സും ഇല്ല. അപ്പോൾ എനിക്ക് ധാരാളം സമയമുണ്ട്. പിന്നെ 3 മണിക്ക് ശേഷം സാഹിത്യ ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ SSLC പാസ്സായിരുന്നു എന്നുള്ള പേരിൽ കുഞ്ചു ആശാൻ എന്താ വെച്ചാൽ അവിടെ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലേക്കാണ് പഠിപ്പിക്കണതേ അവിടെ കലാമണ്ഡലത്തിൽ. ഇളയത് മാഷാണ് അന്ന് മാഷ്. അപ്പോൾ കുഞ്ചു ആശാൻ പറഞ്ഞു വേണ്ട, ആ നേരം കൂടി ഇവിടെ വാരരുടെ അടുത്താണ് കൂടിക്കോളൂ എന്ന് പറഞ്ഞു, ഗോവിന്ദരാശാൻ്റെ അടുത്ത്. എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും, മറ്റേതിപ്പോൾ തനിക്ക് ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആരോ ഒരാൾ അതിൻ്റെ ഇടയിൽ ഏതോ ആശാന്മാർ ചിലർ ഈ ചകണക്കാരുണ്ടല്ലോ, നമുക്കിപ്പോൾ നിവൃത്തിയില്ല, സംസ്കൃതം പഠിക്കണം അതുണ്ടല്ലോ ഇവിടെ. അപ്പോൾ അത് ഒഴിവാക്കി എങ്ങനെയാണ് ഏതോ ഒരു ആശാൻ 2-3 ആശാന്മാർ കോപ്പറയിൽ ഒത്തിട്ട് ഇങ്ങനെ ആരാ പറഞ്ഞതെന്ന് ഇപ്പോൾ എനിക്കത്ര ഓർമ്മയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സംസ്കൃതത്തോട് കൂടിയിട്ടാണ് SSLC പാസ്സായിരുന്നത്.
10ാം ക്ലാസ്സിലെ പരീക്ഷ പാസ്സായിരുന്നു സംസ്കൃതം. പിന്നെ ഒന്നും പേടിക്കാനില്ല എന്നും പറഞ്ഞു കുഞ്ചാശ അങ്ങനെ മതി, സാഹിത്യ ക്ലാസ്സിന് പോകണ്ട, ആ നേരം കൂടി ഇവിടെ കോപ്പറേ തന്നെ. അപ്പോൾ അതെനിക്ക് വലിയ സൗകര്യമായി. കാരണം രാവിലെ കുറച്ച് ചൊട്ടി കുത്തും. പിന്നെ ഞാൻ അന്ന് ഒട്ടും അമാന്തം കാണിക്കില്ല. രാവിലെ കഞ്ഞി കുടിക്കാൻ 7:30 ബെല്ലടിക്കണതിൻ്റെ മുമ്പേ ഞാൻ അരി അരച്ച് വയ്ക്കും. അല്ലാണ്ട് ഇതുകൊണ്ട് ക്ലാസ്സിൽ വന്നിട്ട് പിന്നെ അരി വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ കാത്തിക്കൊന്നും ഇല്ല എന്നർത്ഥം. അതൊക്കെ നേരത്തെ അരച്ച് വയ്ക്കും. 4 മണിക്ക് നീക്കി വന്നു, അത് ഇന്നും അതെ, അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. അപ്പോൾ ഇവരൊക്കെ സാധകത്തിന് പോയാൽ ഞാൻ നീട്ട് കുളിക്കാൻ പോകുമ്പോഴേ എനിക്ക് ഒറ്റയ്ക്ക് പോയി കുളിച്ച് വരും. അത് നീട്ട ആദ്യത്തെ ക്രിയ കുളിക്കലാണ്, അതിനൊന്നും മാറ്റമില്ല ഇപ്പോഴും അതെ. അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഈ അരി അരച്ച് വയ്ക്കും. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ അതെടുത്ത് അരച്ച് വയ്ക്കും. എന്നിട്ടാണ് കഞ്ഞി കുടിക്കാൻ പോകും. അപ്പോൾ കഞ്ഞി കുടി കഴിഞ്ഞിട്ട് വന്നാൽ ഞാൻ ഇവിടെ ക്ലാസ്സിലാണ്ടിരിക്കുക. ആശാൻ 10 മണിയാവും വരാൻ. ആശാന് വരാനും പോകാനൊന്നൊരു നിയമമില്ല. ഈ സുബ്രഹ്മണ്യരടക്കം ആശാനോട് ചോദിക്കില്ല. എന്താ വെച്ചാൽ അവിടുത്തെ കാര്യത്തിന് ഒരു മുടക്കമില്ല. അപ്പോൾ ആശാൻ എന്നോടനോ അവിടുന്ന് വന്നൊരു സ്വാമി വിളിച്ച് മോഹന ആരും വന്നോ ചോദിക്കും. അവിടുന്ന് അത്രയേ ഉള്ളൂ, വന്നോന്നേ ചോദിക്കുള്ളൂ. 10 മണിക്ക് ഓഫീസിൽ വന്നിട്ട് അങ്ങോട്ട് വിളിച്ച് ചോദിക്കണത്. അങ്ങനെയാണ് ആശാൻ്റെ സ്വഭാവവും ആ പെരുമാറ്റവും അതൊക്കെ തന്നെയാണ് അതിന് കാരണം. അപ്പോൾ ഞാൻ പക്ഷേ ക്ലാസ് കിടന്നു. ആശാൻ വരുമ്പോഴേക്കും ഒരു ചുട്ടി കുത്തും. 10-10:30 ആകുമ്പോഴേക്കും ആശാൻ വരും. അപ്പോൾ അത് നോക്കി എന്തൊക്കെയാ പറഞ്ഞു തരും. ഉച്ചയാകുമ്പോഴേക്ക് 2 ചുട്ടി ഒരു ദിവസം കുത്തും ഈ ക്ലാസ്സിൻ്റെ സമയത്ത്. ഇപ്പോൾ ഒന്നെന്നെ മുഴുമിക്കണില്ല. ഞാൻ നാൾ പോയി നോക്കി. ഈ 2 ചുട്ടി ഇല്ല അത്. അപ്പോൾ അങ്ങനെയാണ് അന്നത്തെ ക്ലാസ്. അത് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ ചായ കഴിഞ്ഞാൽ നേരെ മറ്റൊരു സാഹിത്യ ക്ലാസ്സിലേക്ക് പോകും. ഞാൻ അങ്ങോട്ട് വരും. എന്നാൽ ഇവിടെ കോപ്പോ എന്തെങ്കിലും നേരെയാക്കാണ്ടാവും, അല്ലെങ്കിൽ ചരട് പോയതുണ്ടാവും, ആശ എടുത്തിട്ട് വരും. അതൊക്കെ നേരെയാക്കും. അങ്ങനെ അവിടെ ഇങ്ങനെ കൂടും. അത് പിന്നെ രാത്രി ക്ലാസ് ഇല്ലേനും. അപ്പോൾ പിന്നെ ഇപ്പോൾ ആശാൻ പറഞ്ഞു, ഇപ്പോൾ ആശാൻ അവിടെ ചേർന്നു. ഇപ്പോൾ ഗോവിന്ദവാരാശാൻ വരുമ്പോഴേക്കും ഇപ്പോൾ ഒരു ചുട്ടി അവിടെ കഴിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് ആശാൻ ചുട്ടി പഠിച്ചിട്ടുണ്ടാവണമല്ലോ? വേണ്ട, അല്ല, ഞാൻ സാധാരണ ക്ലാസ്സാണ് പറഞ്ഞത്. ആശാൻ കാണിച്ചു തന്നതിൻ്റെ ശേഷമുള്ളതാണ് പറഞ്ഞത്. ആയിക്കോട്ടെ. ചെന്നിട്ട് ആശാനാണ് ആദ്യം ചുട്ടി കാണിച്ചു തന്നത്. ആ കാണിച്ചു തന്നത് ആശാൻ വരുമ്പോഴേക്കും ഞാൻ ചെയ്തു വയ്ക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ മിക്കവാറും ഞാൻ ഒരാഴ്ച കൊണ്ട് ഈ പച്ചട ചുട്ടി കുത്താൻ പഠിച്ചിരുന്നു. അതാ പറഞ്ഞത്, ഞാൻ മൊത്തം 4 മാസമേ ചുട്ടി പഠിച്ചിട്ടുള്ളൂ. കാരണം അന്ന് പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം നടക്കണ കാലം. അരി കിട്ടാനില്ല. അരി കിട്ടാണ്ട് കടയിലുണ്ട്, പക്ഷെ ബില്ല് തരില്ല. ബില്ല് തരാണ്ട് കലാമണ്ഡലത്തിൽ നിന്ന് കാശും തരില്ല, ബില്ലില്ലാണ്ട്. അപ്പോൾ അരി വാങ്ങാൻ മാർഗ്ഗമില്ല. പിന്നെ അന്നത്തെ മെസ്സ് മാനേജർ ഒരു പരമേശ്വരൻ നായർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്നെ വലിയ കാര്യം. അദ്ദേഹം ഈ അരി അവിടെ ഉള്ളിടത്തോളം കഴിഞ്ഞപ്പോൾ ഒരു തവണ വാങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അരി വാങ്ങി, എന്തിന് വെളിച്ചെണ്ണയ്ക്ക് ബില്ല് വാങ്ങിയിട്ട് അത് കലാമണ്ഡലത്തിൽ വെച്ചിട്ട് ആ അരി എനിക്ക് തന്നു. അങ്ങനെ ഒരു ഉപകാരം. അപ്പോൾ 1 കിലോ അരിയും കൂടിയും കിട്ടി. അതുകൊണ്ട് പഠിക്കാൻ തുടങ്ങി. അതും കഴിഞ്ഞു. അപ്പോഴേക്കും എന്താ വെച്ചാൽ കലാമണ്ഡലത്തിൽ ഈ കവളപ്പാറക്കാരനൊരു പണിക്കർ പെട്ടിക്കാരനായിട്ട് വന്നിരുന്നു അന്ന് തിരശ്ശീല പിടിക്കാൻ. കൃഷ്ണൻകുട്ടി പിള്ളേശൻ്റെ അനുയായിയാണ്. അദ്ദേഹമാണ് ഇവിടെ നിന്ന്. പണിക്കരല്ല സ്വതേ എഴുത്തച്ഛനായിട്ട്. അപ്പോൾ അത് ഈ അമ്പലങ്ങളിലേക്ക് പ്രവേശനം കിട്ടാൻ വേണ്ടി കൃഷ്ണൻകുട്ടി പിള്ളേശൻ പണിക്കരാക്കിയതാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പണിക്കരൊക്കെ എന്നെ വലിയ കാര്യമാണ്. അതെന്താ വെച്ചാൽ സ്റ്റൈപ്പൻഡ് കിട്ടിയാൽ വല്ല 2 രൂപയൊക്കെ അന്ന് മാസം കിട്ടുക. 30 രൂപ സ്റ്റൈപ്പൻഡിൽ മെസ്സിലെ ചിലവ് കഴിച്ചാൽ 2 രൂപയൊക്കെ കിട്ടുക. അത് എണ്ണയോ സോപ്പോ എന്തെങ്കിലും വാങ്ങാനൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ അവിടെ നാട്ടിൽ പോയി വരുമ്പോൾ ഇത്തിരി എണ്ണയോ സോപ്പൊക്കെ കൊണ്ടുവരുന്ന പിന്നെ അപ്പോൾ ഈ 2 രൂപ ഞാൻ ചിലപ്പോൾ ഈ പണിക്കർക്ക് കൊടുക്കും, ചായ കുടിച്ചോളാം. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഈ പണിക്കർ എന്ന് വെച്ചാൽ വളരെ സത്യവാനാണ്. ഇന്നത്തെ ആളുകളുടെ മാതിരി തലേ ദിവസം കളിയുടെ ചുട്ടി അരി എടുത്തിട്ട് പിറ്റേ ദിവസം കൂട്ടി അരിക്കാവൊന്നും ചെയ്യില്ല. അപ്പോൾ ഈ ബാക്കി വരുന്ന അരി കളി കഴിഞ്ഞ് വന്നാൽ നമ്പൂരിക്കുട്ടി പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തരും. അപ്പോൾ എനിക്ക് അരി കുറച്ച് ദിവസം അങ്ങനെ കിട്ടി. അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത്. പക്ഷേ 4 മാസം കൊണ്ട് ഞാൻ എല്ലാ ചുട്ടിയും പഠിച്ചു. പിന്നെ ഈ അരങ്ങേറ്റം കഴിഞ്ഞ് കളിക്ക് പോയി തുടങ്ങി. പക്ഷേ ഈ അപ്പോൾ ചുട്ടി വിഭാഗത്തിൽ ഇപ്പോൾ ഗോവിന്ദവാരാശാൻ ആണ് അവിടെ അധ്യാപകനായിട്ട്. കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ ആ സമയത്ത്? ഇല്ല, ആശാന്റെ കൂടെ ആശാൻ മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ അതാണ് അവിടെ വിദ്യാർത്ഥികൾ ഇല്ലാണ്ടിരിക്കലും കൂടിയും ആശാന്മാരായിട്ട് വേറെ ഇല്ല. അന്ന് ഗോവിന്ദവാരാശാൻ തന്നെ ആദ്യം കലാമണ്ഡലത്തിൽ ചേർന്നത് ആശാനായിട്ടല്ല. അതായത് വള്ളത്തോൾ ആദ്യം നിശ്ചയിക്കുമ്പോൾ അന്ന് തടുക്കശ്ശേരി മാധവൻ നായർ എന്ന് പറഞ്ഞിട്ടൊരാളായിരുന്നു കലാമണ്ഡലത്തിൽ ഈ ഗോവിന്ദവാരാശാൻ വരണേൻ്റെ മുമ്പേ. അപ്പോൾ അന്ന് ആശാനല്ല, കോപ്പ് വിചാരിപ്പ് എന്നാണ് ആ തസ്തികയ്ക്ക് പേര്. ഈ മാധവൻ നായരുള്ളപ്പോൾ ആ കാലത്താണ് ഗോവിന്ദവാരാശാനും അദ്ദേഹത്തിൻ്റെ ആശാൻ രാമവാരാശാനെ ഞാൻ പറഞ്ഞല്ലോ, ഇവർ 2 ആളും കൂടി ഇവിടെ കോപ്പ് നേരെയാക്കാൻ വന്നു. അത് എല്ലാ കൊല്ലവും മിക്കവാറും വരും. അങ്ങനെ വന്നപ്പോൾ മഹാകവി പറഞ്ഞു
രാമവാര്യരോട് മാധവൻ നായർക്ക് വയ്യാന്ന് പറയുന്നു, ഒഴിവാവണം, വയ്യാണ്ടായിരുന്നു, പ്രായമായിരുന്നു, വയ്യാന്ന് പറയുന്നു, ഒഴിവാവണം എന്ന് പറയുന്നുണ്ട്, എന്നാൽ രാമവാര്യർ ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാമവാര്യർ എവിടെയും സ്ഥിരം നിൽക്കില്ല, പെർമനൻറ്റ് നിൽക്കില്ല. എവിടെ വെച്ചാൽ ചെല്ലുക, പണിയെടുക്കുക, കാശ് മേടിക്കുക, പോരുക, അത്രയേ ഉള്ളൂ, വേറെയുള്ള ഇടപാടില്ല. വെച്ചാൽ ഒരാളുടെ കീഴിൽ നിൽക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. അത് വലിയ ശാഠ്യക്കാരനുമാണ്. എന്നിട്ട് അപ്പോൾ രാമവാര്യർ എന്ത് പറഞ്ഞു വെച്ചാൽ ഗോവിന്ദവാര്യർ ഗോപി എന്നാണ് പറയുക, ഗോപി നിൽക്കും, ഇപ്പം ഞാൻ തന്നെ വേണമെന്നില്ലല്ലോ, ഗോപി നിൽക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മഹാകവി പറഞ്ഞു, ഓ എനിക്ക് ആരായാലും വേണ്ടില്ല, ഒരാൾ ഇവിടെ വേണം, നിങ്ങളിൽ രണ്ടാളിൽ ആരായാലും എനിക്ക് വിരോധമില്ല. അങ്ങനെയാണ് ഗോവിന്ദവാര്യശാൻ അവിടെ ഈ കോപ്പ് വിചാരിപ്പായിട്ട്. പിന്നെ 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ്, അത് എത്ര കൊല്ലമെന്ന് ഇപ്പോൾ കൃത്യം ഓർമ്മയില്ല, പഴയ ഇതെടുത്ത് നോക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവിടെ ചുട്ടി പഠിപ്പിക്കാൻ തുടങ്ങിയത്. അന്ന് ആദ്യത്തെ വിദ്യാർത്ഥികളായിട്ട് അവിടെ ചേർന്നത് വരവൂർ ശിവരാമൻ നായർ. ഈ ശിവരാമൻ നായർ കുട്ടിയൊന്നുമല്ല, പത്മനാഭശാൻ്റെ പ്രായ ശിവരാമൻ നായർക്ക്. അതാ പിന്നെ ഇയ്യങ്കോട് ശ്രീധരൻ പഴയ സെക്രട്ടറി ആയിരുന്ന. പിന്നെ അവിടെ ചേർന്ന് ആ കൂട്ടത്തിൽ ഒരു രാമു, തൃപ്പൂണിത്തറ രാമു എന്ന് പറഞ്ഞൊരാളാണ്. അദ്ദേഹം പിന്നെ ഇതൊക്കെ വിട്ടിട്ട് ഈ നാടകത്തിൻ്റെ ബാക്ക് കർട്ടൻ, മറ്റേത് മറിച്ചത് സംവിധാനങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഇയ്യങ്കോട് മറ്റേ കോഴ്സ് കഴിഞ്ഞിട്ട് കൊല്ലങ്കോട് സ്കൂളിൽ ചുട്ടി അധ്യാപകനായിട്ട് ചേർന്നു. ചുട്ടി ഒഴിച്ച് ബാക്കിയൊക്കെ അവിടെ ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ ചുട്ടി അധ്യാപകനായിട്ട് ചേർന്നു. അപ്പോൾ പിന്നെ ഈ ശിവരാമൻ നായർ ബാക്കിയായി. ഈ ശിവരാമൻ നായർ അവിടെ അത് മുമ്പേ അതെ കലാമണ്ഡലത്തിൽ ഇത് പഠിപ്പിക്കണതിന് മുമ്പ് കലാമണ്ഡലത്തിൽ എന്തുണ്ടെങ്കിലും ശിവരാമൻ നായർ അവിടെ ഉണ്ടാവും. അങ്ങനെയാണ് ഒരു സർവ്വവ്യാപിയായിട്ടുള്ള. പന്തപ്പണി വെച്ചാൽ അതിനും ഉണ്ടാവും, അല്ല മറ്റേ കഞ്ഞിവാർച്ച വെച്ചാൽ അതിനും ഉണ്ടാവും, നില അതിൻ്റെ അത് പിടിക്കുക, അങ്ങനെ ഈ ശിവരാമൻ നായരുടെ സമ്പ്രദായം. എന്താ വെച്ചാൽ അതാണ് ചെയ്യും, അവിടെ ആളാണ്. അപ്പോൾ എല്ലാവർക്കും വലിയ കാര്യമാണ്. അപ്പോൾ ആ ശിവരാമൻ നായരാണ് ഒന്ന്. പക്ഷേ വളരെ പ്രായമായിരുന്നു ഈ ശിവരാമൻ നായർക്ക്. ഇത് പത്മനാഭശാൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ പത്മനാഭശാൻ അന്ന് 35-40 വയസ്സൊക്കെ ഉണ്ടാവും ഏതാണ്ടെന്ന് വയ്ക്കുക, പോരെങ്കിൽ അല്ല അത്ര ആയിട്ടുണ്ടാവില്ല. ഏതായാലും ആ പ്രായമാണ് അവർക്ക്, ഒപ്പാ പ്രായം എന്ന് ശിവരാമൻ നായർ എന്നോട് പറയാറുണ്ട്. ആശാൻ ഒരു നിമിഷം, ഇപ്പോൾ കലാമണ്ഡലത്തിൽ എത്തിപ്പെട്ടതിൻ്റെ ഒരു കഥയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പാണ് ആശാൻ രാമവാര്യർ ആശാനായിട്ടുള്ള കുറച്ചു കാലം വാഴയങ്കടയിൽ അദ്ദേഹത്തിനെ പോയി കണ്ടിരുന്നുവെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചുട്ടി പഠിച്ചിരുന്നു എന്നൊക്കെ ആശാൻ അങ്ങനെ ഒരു സംസാരം ഇങ്ങനെ പറഞ്ഞതായിട്ട്. ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കൃഷ്ണനാട്ടത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ അരിച്ചുട്ടി ആണല്ലോ ആദ്യമായിട്ട് ഉണ്ടായിരുന്നത്. അത് അവിടെ നിന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ കഥകളി അരങ്ങുകളിൽ ഈ അരിച്ചുട്ടിയാണോ ഉപയോഗിച്ചിരുന്നത്? അങ്ങനെ അത്തരത്തിൽ ഉള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് പറയുമോ? ഞാൻ കഥകളി കാണാൻ തുടങ്ങുമ്പോൾ കഥകളിയിൽ കടലാസ് ചുട്ടിയാണ്. ശരി. അതായത് പരിപാടിക്ക്. പക്ഷേ ഞാൻ രാമവാര്യരുടെ അടുത്ത് ചുട്ടി പഠിക്കാനല്ല പോയത്. ചുട്ടി പഠിച്ചിട്ട് ഒരു ഉപരിപഠനത്തിന്, അപ്പോൾ കോപ്പിനെ പറ്റിയിട്ടാണ് അവിടെ കാര്യമായിട്ട് പഠിച്ചത്. ചുട്ടി ഞാൻ പറഞ്ഞില്ലേ 4 മാസം കൊണ്ട് കലാമണ്ഡലത്തിൽ തന്നെ പഠിച്ചായിരുന്നു. പക്ഷേ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ ഈ കടലാസ് വെക്കണ സമ്പ്രദായമേ പഠിപ്പിക്കില്ല. അന്ന് അരിച്ചുട്ടിയാണ് കലത്തുമ്പ് പഠിപ്പിക്കുക. അത് ശരി. കലത്തുമ്പിൽ കടലാസ് വെക്കലില്ല. കടലാസ് വെക്കാതെ അരിച്ചുട്ടി കലത്തുമ്പ് പഠിക്കും. ഈ അരിച്ചുട്ടി ഞാൻ ക്ലാസ് ഇല്ലാത്ത ദിവസം വേഷക്കാർ കുട്ടികളെ അരങ്ങേറ്റം കഴിയാത്തവരെ പാടില്ല, അരങ്ങേറ്റം കഴിഞ്ഞവരെ വിളിച്ചു കൊണ്ടുപോയിട്ട് അവരോട് സേവ കൂടി അവരുടെ മുഖത്തൊന്ന്, അവർക്കും അതൊരു മോഹമാണ് ഒന്ന് മനോലയൊക്കെ തേച്ചൊരു ചുട്ടി കുത്തിയിട്ടൊന്ന് കാണാൻ. അപ്പോൾ അന്ന് ഞാൻ ഈ അരിച്ചുട്ടി പഠിക്കുന്ന കാലത്ത് ഞാൻ ഈ അരിച്ചുട്ടി അവരുടെ മുഖത്ത് കുത്തിയിട്ടുണ്ട്. പക്ഷേ അത് വളരെ കുറച്ച് സമയമേ നിൽക്കുള്ളൂ. കാരണം ഈ മുഖത്തെ പേശികളുടെ ചലനവും ഈ അരിയുടെ ഉണക്കവും രണ്ടും കൂടി ആകുമ്പോൾ വളരെ ബുദ്ധിമുട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ തുണിയൊക്കെ വെക്കണം. അത്രയൊക്കെ ഒന്നും അത് പഠിക്കേണ്ടായില്ല. പിന്നെ ഏതായാലും എല്ലാ ചുട്ടിയും ഞാൻ അരിച്ചുട്ടിയാണ് പഠിച്ചിട്ടുള്ളത് കലാമണ്ഡലത്തിൽ. പക്ഷേ കടലാസ് വയ്ക്കാൻ തുടങ്ങിയത് ഈ അരങ്ങേറ്റത്തിൻ്റെ തൊട്ട് മുമ്പേ ഒരു 2-3 പ്രാവശ്യം കടലാസ് വെച്ചു കലത്തുമ്പിൽ, ആശാൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഞാൻ ഈ പറഞ്ഞ മാതിരി ശനി ഞായറും ഈ വേഷക്കാരുടെ മുഖത്ത് ഞാൻ എല്ലാ ശനി ഞായറും ഏതെങ്കിലും ഒരു കുട്ടിയെ പാട്ടിലാക്കും, എന്നിട്ട് മുഖത്ത് ചുട്ടി കുത്തും. അപ്പോൾ അത് ഞാൻ ചെയ്യാറുണ്ട്. അതിൽ പ്രധാനമുള്ളത് അവിടെ മറ്റേ നമ്മുടെ ഒരു മറ്റേ കുമാരൻ നായരുടെ മകനൊരു ശങ്കരാരായണൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ എവിടെയോ താമസം, എന്താ പറയുക, ഈ ചുടുകാലത്തൂർ അമ്പലത്തിൻ്റെ ഭാഗത്ത് അവിടെ.
ഞങ്ങൾ കുട്ടി ലണ്ടൻ എന്നാണ് പറയുക. അയാളുടെ അച്ഛനെ ലണ്ടൻ കുമാരൻ നായർ എന്ന് പറയും. എന്താ വെച്ചാൽ ലണ്ടനിലേക്ക് ആദ്യം യാത്ര പോയതിൽ സംഘത്തിലുണ്ടായിരുന്ന ആളാണ്. അതാ ഈ ലണ്ടൻ കുമാരൻ നായർ എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ ഇയാളെ കുട്ടി ലണ്ടൻ എന്നും പറയും ഞങ്ങൾ. അപ്പോൾ അയാൾ പിന്നെ ഒരു രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു, തലവടി ആ ഭാഗത്ത്. അയാൾ അങ്ങനെ പിന്നെ ഇതാ ഈ മറ്റേ എന്താണ് ഈ കല്ലുവഴി വാസുവിൻ്റെ ഒപ്പം ഒരു രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു വാരര് പഠിച്ചിരുന്നു ചെങ്ങണി കോട്ടുകാവിലടുത്ത്. അങ്ങനെയുള്ള കുട്ടികളെ അരങ്ങേറ്റം കഴിഞ്ഞവരെ. പക്ഷേ കല്ലുവഴി വാസുവിൻ്റെ രവീന്ദ്രൻ്റെ അരങ്ങേറ്റം ഞാൻ വന്നതിൻ്റെ ശേഷം ഉണ്ടായിരുന്നു. അതിൻ്റെ മുമ്പേ അരങ്ങേറ്റം കഴിഞ്ഞവരെയൊക്കെ വിളിച്ച് ആരെങ്കിലും ഒരാളെ ശനി ഞായർ ഏർപ്പാടാക്കും. അങ്ങനെ ചുട്ടി കുത്തും. ഈ അരിച്ചുട്ടിക്ക് ഏകദേശം എത്ര സമയം പിടിക്കും? അരിച്ചുട്ടിക്ക് അത് ഉണക്കാൻ നമുക്ക് എത്രണ്ട് വേഗം നടന്നു വെച്ചാൽ. അപ്പോൾ അതായത് അതിൻ്റെ തുണി, പിന്നെ അതിൻ്റെ പിന്നിൽ ഇത്രയൊന്നും ഉയർത്താൻ പറ്റില്ല. അത് ഏറിയാൽ ഒരു ഇഞ്ചിലധികം എത്തിയൊക്കെ ഈ അപ്പോൾ അവിടെ ഇട്ടരാഴ്ചമേനോൻ്റെ ഒരു ഫോട്ടോ കലാമണ്ഡലത്തിൽ ഇരിക്കുന്നുണ്ട്. അതിൽ ആ അരിച്ചുട്ടിയാണ്. അത് അത്രയും വലുതാക്കാൻ പറ്റൂ, അതിലധികം പറ്റില്ല. പിന്നെ ഈ കടലാസ് വന്നപ്പോഴാണ് ഇത് എത്ര വേണമെങ്കിൽ വലുതാക്കാമെന്നായത്. അത് വേറെ. മറ്റത് അത്ര ഒരു കണക്കിനെ വലുതാക്കാൻ. അപ്പോൾ അത് അന്നത്തെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചുട്ടിയുടെ ഉയരം എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ ഉയരം. ആ നടൻ്റെ മൂക്കിൻ്റെ ഉയരമാണ് ഈ ചുട്ടിക്ക് അത്രേ വേണ്ടു വന്ന്. അത്രേ പറ്റുള്ളൂ അരിച്ചുട്ടിയാവുമ്പോൾ. അപ്പോൾ മൂക്കിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ ഒരു ഏറിയ ഒരു 1 ഇഞ്ച് ഉണ്ടാവുമായിരിക്കും, അത്രയേ ഉള്ളൂ. അതാണ് അന്നത്തെ ചുട്ടിയുടെ വലിപ്പം. അപ്പോൾ അത് കുറേയൊക്കെ സഹിക്കും. പക്ഷെ ചുട്ടി അരങ്ങത്തുനിന്ന് പൊട്ടാതെ ഒരു വേഷവും മടങ്ങി പോരാറില്ല എന്നാണ് ഇവർ പഴയ ആളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഈ കലാമണ്ഡലത്തിൽ ഈ അരിച്ചുട്ടി അങ്ങനെ ഒരു പഠന സമ്പ്രദായം മാറിയത് എപ്പോഴാണ്, ഓർമ്മയുണ്ടോ? അതൊക്കെ പിന്നെ ഞാൻ വരെ ഞാനായിട്ട് തന്നെ കുറേയൊക്കെ മാറ്റിയിരുന്നു. എങ്കിലും അല്ല, അതിൻ്റെ മുമ്പ് ഗോവിന്ദരാശനെ എന്നെ മാറ്റിയിരുന്നു. ഞാൻ പോന്നിട്ട് പിന്നെ വന്നിട്ടുള്ളത് കുഞ്ഞികൃഷ്ണനും ആരോ ഒരാൾ, ഏഴിക്കോട് അനിയൻ. അവർ രണ്ടാളുമാണ് പിന്നത്തെ സ്റ്റുഡൻറ്റ്. അതിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട്, ഒരു കൊല്ലം ആരും ഉണ്ടായിരുന്നില്ല ഞാൻ പോകുന്നത്. ആ കാലത്ത് ആശാൻ തന്നെയാണ് ഈ അരിച്ചുട്ടിക്ക് വേണ്ടി സമയം കളയണ്ട, ഈ ഏതായാലും ഇതിപ്പോൾ ഉപയോഗം ഇല്ലാണ്ടേ എന്ന് പറഞ്ഞിട്ട് മറ്റേ ചുട്ടി കുത്തി തരുന്നത്. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു അപ്പോൾ കേരളത്തിലെ ഈ കടലാസ് ചുട്ടിയുടെ കടലാസ് ചുട്ടി 50കളിൽ തന്നെ ആയിട്ടുണ്ട്. അതായത് അതിപ്പോൾ ആ രാമകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞിട്ടൊരു ഇവിടെ എന്താണ് അമ്പലപ്പുഴയല്ല, എന്താ ആ സ്ഥിരം കളിയുള്ളൊരു അമ്പലം ഉണ്ടല്ലോ, ഇപ്പം ഓർമ്മ വരുന്നില്ല. അത് ഏതായാലും അവിടെ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. ഈ രാമകൃഷ്ണൻ നായർ അദ്ദേഹം ഒരു ഡ്രോയിങ് മാഷായിരുന്നു, ചുട്ടിക്കാരനുമായിരുന്നു. അദ്ദേഹം കലാമണ്ഡലത്തിൽ വന്നിട്ട് ഇവിടെ കലാമണ്ഡലത്തിൽ അരങ്ങ് മണിയറിയുന്നുണ്ട് മറ്റേ ടി വിയിലേക്ക് വേണ്ടിയിട്ട് ദൂരദർശന് വേണ്ടിയിട്ട് ഒരു 4 ദിവസത്തെ 4 എപ്പിസോഡ് ഉണ്ടായിട്ടുണ്ട്. അന്ന് ഈ രാമകൃഷ്ണൻ നായരെ കലാമണ്ഡലത്തിൽ കൊടുത്തിട്ട് ഗോവിന്ദരാശാനും ഒക്കെ ഞങ്ങളൊക്കെ പാടെ സംസാരിക്കലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹമാണ് ഈ കടലാസ് ചുട്ടി ആദ്യമായിട്ട് തുടങ്ങി വെച്ചത്. പിന്നെ കലാമണ്ഡലത്തിലേക്ക് വന്നത് എങ്ങനെയാ വെച്ചാൽ മധ്യ കേരളത്തിൽ ഇതില്ലായിരുന്നില്ല അന്നും. അവിടെ ഇങ്ങനെ കുറേശ്ശെ ചെയ്യും. കലാമണ്ഡലത്തിൽ ഗുരു കുഞ്ചുകുറുപ്പ് കലാമണ്ഡലത്തിൽ അധ്യാപകനായിട്ടുണ്ടായി കുറച്ച് കാലം. ആ കാലത്ത് വർഷം ഓർക്കാൻ പറ്റില്ല. അത് ഞാൻ ഇത് നോക്കിയാൽ ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് 1925-ലോ 30-ലോ അങ്ങനെ. അപ്പോൾ അതിൻ്റെ ശേഷം എന്ന് വെച്ചാൽ മതി. അല്ല 25 പറയുന്നത് 44-45 ഒക്കെയാണോ, 45-ല് ആവും. അത് ഞാൻ കൃത്യമായിട്ട് നോക്കാം, ഇവിടെ ഉണ്ട് എൻ്റെ റെക്കോർഡിൽ, പക്ഷെ അത് ഓർമ്മ വരുന്നില്ല. ഏതായാലും അന്ന് ഈ കുഞ്ചുകുറുപ്പ് ഇതിനെപ്പറ്റി ആശാനോട് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ പറയുന്നത് ഞാനാ കൊണ്ടുപോയി കൊടുത്തത് ഗോവിന്ദവാരൊക്കെ ഒരു പഴയ ചുട്ടി അടത്തിയിട്ട് എന്നൊക്കെ പറയുന്ന ആളുണ്ട്. പക്ഷെ സംഭവം അതൊന്നുമല്ല, ഗോവിന്ദവാരാശാൻ പറഞ്ഞതാണ് ഞാൻ പറയണത്. അപ്പോൾ ഈ ഗുരു കുഞ്ചുകുറുപ്പ് അതിവിടെ ഗോവിന്ദവാരർ അതൊന്ന് നോക്കണം എന്ന്. അപ്പോൾ ആശാൻ പറഞ്ഞു എനിക്ക് ഒരു തവണ കാണണം. അപ്പോൾ കുഞ്ചുകുറുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ രാമകൃഷ്ണൻ നായരെ കലാമണ്ഡലത്തിലേക്ക് വിളിച്ചു. രാമകൃഷ്ണ പണിക്കരെ കലാമണ്ഡലത്തിലേക്ക് വിളിച്ചിട്ട് അദ്ദേഹം അവിടെ ചുട്ടി കുത്തി. ആശാൻ അന്ന് അത് കണ്ടു. പിന്നെ അതിന് ആശാൻ കുറേ പരിഷ്കരിച്ച രൂപത്തിൽ കുറേ ഇതൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി. എങ്കിലും അതാദ്യം ഇങ്ങനെ കലാമണ്ഡലത്തിൽ എത്തിയതും അങ്ങനെയാണ് പിന്നെ ഈ മധ്യകേരളത്തിൽ ഇത് പ്രചരിച്ചത്. അപ്പോൾ അതിൽ പ്രചരിപ്പിക്കാൻ ഇപ്പോൾ കാരണമായത് ഇതാണ്, ഈ ഗുരു കുഞ്ചുകുറുപ്പിൻ്റെ ശ്രമമാണ്. അതാണ് കടലാസ് ചുട്ടിയുടെ പ്രചാരം. പക്ഷേ ഞാൻ ഒന്നുകൂടി പിന്നിലേക്ക് വരികയാണ്.
അപ്പോൾ ഗോവിന്ദവാരാശാൻ എന്നൊരു ആചാര്യനെ കുറിച്ച് ആശാൻ ഇങ്ങനെ ധാരാളം ഇങ്ങനെ ഓരോ വാചകത്തിലും ആശാൻ ഇതിങ്ങനെ പേര് പരാമർശിച്ചു പോകുന്നുണ്ട്. ആശാൻ്റെ ഒരു ശിക്ഷണ രീതി എങ്ങനെയായിരുന്നു? ആശാൻ്റെ ശിക്ഷണ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആശാൻ ഇങ്ങനെ നോക്കും, അത് നമ്മളറിയില്ല. ആശാൻ അവിടെ അത് ഈ ഉയരമുള്ള ദമ്മിലല്ല, ചെറിയ കോപ്പ് വെട്ടിയുണ്ട് കോപ്പറയിൽ, അതിലായിരിക്കുക. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കും. നമുക്ക് എന്തെങ്കിലും എന്ന് പറയും, എന്നാൽ മനസ്സിലാക്കാം എവിടെയോ തകരാറുണ്ട്, അപ്പോൾ അവിടെ നിർത്തും. എന്നിട്ട് അതേ ആ ഇടത്ത് ഭാഗവും വലത്ത് ഭാഗവും കൂടി ഒന്ന് നോക്കൂ, ഇപ്പോൾ രണ്ടും വ്യത്യാസം ഉണ്ടാവും, അത് ഒരുപോലെ ആവണം, അത്രയേ ഉള്ളൂ. കഴിഞ്ഞു, അന്നത്തെ പഠിപ്പിക്കൽ കഴിഞ്ഞു. പിന്നെ അത് ഇരുന്ന് നേരെയാക്കലിൻ്റെ പണി. അങ്ങനെ ഒരു പ്രത്യേക സമ്പ്രദായം. അധികം സംസാരിക്കില്ല. എന്നാൽ തമാശ പറയാന്ന് വെച്ചാൽ മറ്റുള്ള ഗൗരവത്തിലല്ല, വളരെ ഇതായിട്ട് അധികം പറയില്ല. പറയുന്നത് വളരെ കുറച്ചേ പറയൂ, അങ്ങനെയാണ്. പിന്നെ പഠിപ്പിക്കലെന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹം കാണിച്ചു തന്നത് നമ്മൾ അതുപോലെ ചെയ്യുന്നുണ്ട് വെച്ചാൽ അദ്ദേഹം ഒന്നും മിണ്ടില്ല. അപ്പോൾ ഇത് ശരിയായോ തെറ്റായോ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ ചിലപ്പോൾ വിഷമാവും. എന്താ ശരിയായിട്ടാണോ ആശാൻ മിണ്ടാത്തത് തെറ്റിയിട്ടാണോ മിണ്ടാത്തത് നമുക്ക് സംശയവും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ആ പെരുമാറ്റം കൊണ്ട് മനസ്സിലാവും. ഇനി അതിൻ്റെ അപ്പുറത്ത് അതും കൂടിയാണ് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇത് ശരിയായിരുന്നു എന്ന്. അങ്ങനെയൊക്കെയാണ് ആശാൻ്റെ ഒരു സമ്പ്രദായം. ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നോ? ഇല്ല, സംശയങ്ങളോ? ഞാൻ ചോദിച്ചാൽ വിശദമായിട്ട് പറഞ്ഞു തരും. അതിന് ഇനിയിപ്പോൾ ഞാൻ സമയം അധികമാക്കുമോ, ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഈ കൃഷ്ണൻകുട്ടി പിള്ളശ്ശനെ ഞാൻ പറഞ്ഞില്ലേ, വെള്ളിനേഴിക്കാരനായതുകൊണ്ട് കൃഷ്ണൻകുട്ടി പിള്ളശ്ശനെ ഇപ്പോൾ 3 പൊതുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കൃഷ്ണൻകുട്ടി പിള്ളശ്ശനും, ഒന്ന് അച്ചുണ്ണി പിള്ളശ്ശനും, ഒന്ന് ഈ അച്ചുത പൊതുകളാണ് എന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവരാനും ഇതൊക്കെ. അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ കൃഷ്ണൻകുട്ടി പിള്ളശ്ശനെ അങ്ങോട്ട് കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, ആശാൻ എന്നെ അറിയില്ല. പക്ഷേ അച്ചുണ്ണി പിള്ളശ്ശനും അച്ചുത പൊതുകൾക്കൊക്കെ എന്നെ അറിയാം. അങ്ങനെ ഇത് മാത്രമല്ല, പക്ഷേ ഒന്നെനിക്കറിയാം, തേലക്കാട്ട മാധവേട്ടൻ്റെ മകൻ എന്ന്. അതെങ്ങനെയാ വെച്ചാൽ ഒരു തവണ ഉൾപ്പോണ കളിക്ക് കൊട്ടുമ്പോൾ, ഞാൻ ചെറിയ കുട്ടിയാണ്, അങ്ങനെ തേലക്കാട്ട മാധവേട്ടനെ പണ്ടേ അറിയും. അത് അമ്മ മാധവേട്ടൻ എന്ന് വിളിക്കുക. എൻ്റെ അച്ഛനെക്കാട്ടിലും പ്രായം കൂടുന്ന ആളാണ്. പക്ഷേ മാധവേട്ടൻ ഞാൻ വിളിക്കണത് അമ്മ വിളിക്കുന്നത് കേട്ടിട്ടാണ്. അപ്പോൾ അമ്മയുടെ ഇല്ലത്തായിട്ട് ചാർച്ചയുണ്ട്. അവർ തേലക്കാട്ടേക്ക് അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കഴിച്ചു, അങ്ങനെ പല പഴയ ബന്ധങ്ങളാണ്. അപ്പോൾ ഈ മാധവേട്ടൻ്റെ മകനാണ്. അപ്പോൾ അവിടെ അരങ്ങത്ത് കൊട്ടുമ്പോൾ അമ്മ കാണിച്ചു തന്നു, അതാണ് കൃഷ്ണൻകുട്ടി പുതുകൾ, തേലക്കാട്ട മാധവേട്ടൻ്റെ മകനാണ്. അത് പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തന്നെ ഇല്ല. എന്താ വെച്ചാൽ വേറെ ചോദിക്കാനില്ല, മാധവേട്ടൻ്റെ അതേ ചായയാണ്, ഒന്നും ചോദിക്കാനില്ല. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് അറിയാം. പിന്നെ ഞാൻ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോഴോ ഒക്കെ പലപ്പോഴും 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ഇദ്ദേഹം ഉണ്ടാവും ഒരു വലിയ ലെതർ ബാഗുമായിട്ട് അങ്ങോട്ട് നിന്ന് നടന്നു വരണു ഇങ്ങോട്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എന്നെ അറിയില്ല, ഞാൻ അദ്ദേഹത്തിനെ അറിയാം. അങ്ങനെയാണ് ഈ കൃഷ്ണൻകുട്ടി പിള്ളശ്ശൻ. അപ്പോൾ കലാമണ്ഡലത്തിൽ വന്നപ്പോൾ അപ്പോൾ ഈ കോപ്പറയിൽ എന്താ വെച്ചാൽ എല്ലാ ആശാന്മാരും ഇടകിട്ടുമ്പോൾ ഒക്കെ ഇവിടെ വന്നിരുന്ന് ഇത്തിരിയേറെ വർത്തമാനം പറഞ്ഞ്, അത് ആ ഗോവിന്ദരാശാനായിട്ടുള്ളൊരടുപ്പം. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചുട്ടി, ഞാൻ പറഞ്ഞില്ലേ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ചുട്ടിക്ക് പിന്നെ ചുട്ടി കുത്തൽ ക്ലാസ്സിലില്ല. എന്തെങ്കിലും കോപ്പൊക്കെ നേരെയാക്കും, അല്ലെങ്കിൽ വെറുതെ ഇരിക്കും, എന്തെങ്കിലും അപ്പോഴും ഞാൻ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഒരു പഴയ കൃഷ്ണമുടി അവിടെ കിടക്കുന്ന കണ്ടു. ഈ ചൂരലുകൊണ്ട് കുനിച്ചതാ, അല്ലാണ്ട് ഈ മരം കൊണ്ടുള്ളതല്ല. അതൊങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ ആ കുനി ഒരു രസമുണ്ടായി. അപ്പോൾ ഞാൻ ഏതായാലും അവിടെ കുറച്ച് ചൂരലൊക്കെ ഉണ്ടായിരുന്നു, അതെന്തിനു വേണ്ടി ആശാൻ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയത് കുറച്ച് അവിടെ കിടക്കണതാണ്. എന്തോ നെറ്റിവാരം കുനിക്കാനോ എന്തോ ചെയ്തതാ തോന്നുന്നു. അപ്പോൾ ആ ചൂരലെടുത്തിട്ട് ഞാൻ ചെറിയത് നോക്കുമ്പോൾ അത് കുറച്ച് വണ്ണം കൂടും. അപ്പോൾ ഞാനത് പൊളിച്ചു. ആശാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഞാൻ അതുപോലെ ഒരു ചെറിയ കൃഷ്ണമുടി ഇത്ര പോകുന്നുണ്ട് ഒന്നിങ്ങനെ കുനിച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൃഷ്ണൻകുട്ടി പിള്ളശ്ശൻ്റെ വരവ്. അപ്പോൾ ഗോവിന്ദരാശാൻ അവിടെ ഇല്ലേനും. ആശാനൊരു 10 മണിയൊക്കെ ഒരു ചായ കുടിക്കാൻ പോവും, പിന്നെ ആഫീസിൽ പോവും, കുഞ്ചാശാനെ എന്ന് കാണും, എന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയും. അതൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ ഇങ്ങോട്ട് വരൂ. അപ്പോൾ ഞാനിതിങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുക, ഈ ഓരോ ചൂരിലും ഒടിച്ച് വെച്ചത്, ചൂരിലൊക്കെ ഒന്നിച്ച് ഒടിച്ച് വെച്ചിരുന്നു. അപ്പോഴാണ് കൃഷ്ണൻകുട്ടി പിള്ളശ്ശൻ അവിടെ വന്ന് അവിടെ ആ ഒരു കസേലയുണ്ട്, അവിടെ ആ തുന്നൽ മെഷീനിൽ മുറുക്കാജെല്ലാം എടുത്ത് അവിടെ വെച്ച് അവിടെ ഇരുന്നൊന്ന് മുറുക്കി. ഒന്നും മിണ്ടണില്ല എന്നോട്, ഞാൻ അങ്ങോട്ടും ഇല്ല, പേടിയാണ്, ആശാനല്ലേ. അപ്പോൾ മുറുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഗോവിന്ദാരുടെ എവിടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടാവും, കുറച്ച് കഴിയുമ്പോഴേക്ക് വരുന്നു. എന്താ അപ്പോൾ കാട്ടണേ? വെറുതെ ഞാൻ എന്നാ അതവിടെ വയ്ക്കൂ. അവിടെ വെച്ചു. ഇനി വാരെ കാണിച്ചിട്ട് മതി അത് ബാക്കി.
ഞാൻ പോവുകയാണ്, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്, വന്നാൽ പറഞ്ഞാൽ മതി, ഞാൻ വന്നായിരുന്നു പറഞ്ഞേക്കൂ, വേറെ ഒന്നുമില്ല, ഞാൻ അങ്ങനെ കാര്യം ഉണ്ടായിട്ട് വന്നതൊന്നുമല്ല എന്നും പറഞ്ഞാൽ അദ്ദേഹം ഇറങ്ങി പോവുകയും ചെയ്തു ബാഗ് എടുത്തിട്ട്. ഞാനിതും വെച്ച് ഇരിപ്പായി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആശാൻ വന്നു. ആശാൻ വന്നപ്പോൾ ഞാൻ ഇത് കൊടുത്തിട്ട് ചെന്നു മുമ്പിലേക്ക്. അപ്പോൾ കൃഷ്ണൻകുട്ടി പിള്ള ആശാൻ വന്നിരുന്നു. അതെയോ, എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞത് ഇതാണ്, ഇത് ആശാൻ വന്നിട്ട് മതി ഇനി ഇതിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇത് കൊടുത്തു. അപ്പോൾ മേടിച്ചിട്ട് നോക്കി, എന്തേ കൃഷ്ണൻകുട്ടി പറഞ്ഞതെന്ന് മനസ്സിലായില്ലല്ലോ. ഇല്ല. ആ ഇത് അപ്പോൾ ഈ ഒരു കുനിന്ന് നൂല് ഇങ്ങോട്ട് എടുക്കണത് ഈ പുറത്തു കൂടെ എടുക്കണം, എന്നാലേ നൂല് അതിപ്പോൾ പറ്റി കിടക്കൂ. എനിക്കതറിയില്ല, ഞാൻ ഇത് ഉള്ളിൽ കൂടെ എടുക്കണത്. അപ്പോൾ ഈ വളഞ്ഞ സാധനത്തിൽ ഉള്ളിൽ കൂടെ നൂലെടുത്താൽ വില്ലിന് ഞാണ് കെട്ടിയ മാതിരി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ കൃഷ്ണൻകുട്ടിയുടെ ഉള്ളിലൊക്കെ എങ്ങനെ നിന്നാൽ അത് കയ്യേട്ടിയാൽ പൊട്ടും ചെയ്യും. അപ്പോൾ ഇത് ഈ നൂല് പുറത്തു കൂടെ എടുക്കണം. ഒരു കുനിയിൽ തുന്നിയ അടുത്ത കുനിയിലേക്ക് പുറത്തു കൂടെ ഉള്ളിൽ കൂടെ എടുത്താൽ ഇതിങ്ങനെ വില്ലിന് ഞാണ് കെട്ടിയ മാതിരി നിൽക്കും. അത് കൈ കെട്ടിയാൽ പൊട്ടും. പിന്നെ അതുമല്ല, അത് അസ്വാധീനമാണ്. ഇതിയാണ് എടുക്കേണ്ടത്. അതാണ് കൃഷ്ണൻകുട്ടി പറഞ്ഞത്. അഴിച്ചോളൂ എന്നും പറഞ്ഞു കൂട്ടത്തിൽ. ഞാനതൊക്കെ അഴിക്കുകയും ചെയ്തു. അങ്ങനെ അതാണ് ഈ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ ഇങ്ങനെ വല്ല സന്ദർഭം ഉണ്ടെങ്കിലേ ആശാൻ വർത്തമാനം പറയൂ.